എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1439 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ PS നിത്യയാണ്. ഡോക്ടർ BHMS MA സൈക്കോളജി, PG in കൗൺസിലിംഗ് കേരള യൂണിവേഴ്സിറ്റി, ട്രെയിനർ NLP, തിരുവനന്തപുരം മാറാനെല്ലൂർ ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറാണ്. ഒപ്പം എന്ന പ്രോജക്റ്റിന്റെ മുൻ നോഡൽ ഓഫീസർ, കൺസൾട്ടന്റ് കൗൺസിലർ, PDC അഡോളസെന്റ് മെന്റൽ ഹെൽത്ത്. അതുപോലെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും MLA നിന്നും ധാരാളം അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിത്വമാണ്. 200-ൽ പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. 23 വർഷത്തെ ചികിത്സാ പരിചയമുള്ള ഡോക്ടറാണ്. ഇന്നും നമ്മോട് ദുരന്തങ്ങൾ ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തില് ക്ലാസ് എടുക്കുന്നതിന് ഡോക്ടർ PS നിത്യയെ സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് മാഡം. ഫസ്റ്റ് തന്നെ ഞാൻ മാഡത്തിന്റെ ആ പ്രസന്റേഷൻ സ്റ്റൈലിനൊരു താങ്ക്സ് പറയണം. കാരണം മാഡം പറയുന്ന ഒരു രീതിക്കുള്ളൊരു എന്താ പറയുന്ന ഒരു സമാധാനം, ആ വോയിസിൽ തന്നെ ഒരു പീസ് ഉണ്ട്. അപ്പോ അവിടുന്ന് തന്നെ നമ്മുടെ ടോപ്പിക്ക് അങ്ങ് തുടങ്ങാം. അതായത് ഇപ്പൊ ദുരന്തമുഖം നമുക്ക് അരമണിക്കൂറല്ലേ ഉള്ളൂ മാഡം? 9:30 ആണോ 10:30 ആണോ? 10:30 ആണ്. അതുവരെ എല്ലാരും ഉടന്നിരിക്കുവോ? അവസാനം വരെ ആൾക്കാർ ഇന്നലെ 110ഓളം പേര് ലാസ്റ്റ് 10:30 കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഒന്നും പേടിക്കണം. ഓക്കെ. അപ്പോ ശരി. അപ്പൊ നമുക്ക് ഈ ദുരന്തമുഖം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാതെ മെഡിസിനോട്ട് പോകാൻ പറ്റത്തില്ല. മെഡിസിൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് അക്യൂട്ട് ആയിട്ട് നമ്മുടെ മുമ്പിൽ എങ്ങനെയൊക്കെ കേസ്, ഏതൊക്കെ മെഡിസിൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും, ക്രോണിക് ആയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും, അതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്കത് ഫുള്ളായിട്ട് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡോക്ടേഴ്സ് എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ അടുത്ത് ഇത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അകത്തെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിനെ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ രാവിലെ പത്രം എടുക്കുകയാണ്. പത്രം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മുതലേ ആ പേപ്പർ മുതൽ അത് നമ്മൾ സോഷ്യൽ മീഡിയാസ് ഓപ്പൺ ചെയ്യുകയാണ്. ഫുൾ നെഗറ്റീവ് എനർജി നമ്മുടെ അകത്തേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കാണുന്ന ഈവൻ കുട്ടികളിൽ പോലും, സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് സ്കൂളിൽ പോകാതെ ഡിപ്രഷൻ അടിച്ചിട്ട് നാളെ തൊട്ട് സ്കൂളിൽ പോകുന്നില്ല. 5 ദിവസമായി, 10 ദിവസമായി, 15 ദിവസമായി, അങ്ങനത്തെ കേസസ് പോലും നമ്മുടെ മുന്നിലോട്ട് കുറേ കേസസ് വരുന്നുണ്ട്. അപ്പൊ അതിലോട്ട് നമ്മൾ പതുക്കെ ഈ കേസ് എടുത്തെടുത്ത് നോക്കുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാ. ഒരു കുട്ടി എന്നോട് ഷെയർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതകരമായിരുന്നു. ആ കുട്ടിയോട് ചോദിച്ച, ഡോക്ടർ, നമ്മുടെ ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല പോവോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോനെ അങ്ങനെ പറയാൻ കാരണം എന്താ? അത് ഫേസ്ബുക്കിനകത്ത് കുറെ പ്രാവശ്യം വന്നു, ഡോക്ടർ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആലപ്പുഴ വരെ എത്തുമെന്ന് പറഞ്ഞു. ആലപ്പുഴ വരെ എത്തിക്കഴിഞ്ഞ പിന്നെ ആലപ്പുഴ എന്ന് പറഞ്ഞൊരു ബോർഡർ ഇട്ടിട്ട് അതിന് പോകാൻ പറ്റുമോ? അത് കൊല്ലവും കഴിഞ്ഞിട്ട് വേണ്ടം വരെ എത്തൂലേ എന്നിങ്ങനെ കൊച്ചു ഭയപ്പെടുകയാണ്. പിന്നീട് അടുത്തൊരു കുട്ടി വന്ന് ഷെയർ ചെയ്തൊരു കാര്യം വെച്ചാൽ, ഡോക്ടറെ, പിന്നെ ഒരു അച്ഛൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു 2040 ലോകം അവസാനിക്കുമെന്നും. അപ്പൊ അതിന്റെ തുടക്കമാണോ ഡോക്ടറെ ഇത്? ഇപ്പൊ നമ്മളിനി പഠിച്ചിട്ട് എന്താ കാര്യം ഇരിക്കണം? ലോകം എന്തായാലും അവസാനിക്കാൻ പോവല്ലേ, നമ്മൾ ഇങ്ങനെ നടന്ന് പഠിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജിയുടെ ഒരു ഇത് എന്താ നടക്കണേന്നുള്ളതിനെ പറ്റി നമുക്കും ഒരു ഐഡിയ വേണം. അതായത് ഇപ്പൊ നമ്മുടെ ബ്രെയിനകത്ത് പ്രോസസ് ചെയ്യണ കാര്യങ്ങൾ നമ്മൾ സൈക്കോളജിക്കലി അതിനെ അങ്ങനെ തന്നെ എടുത്താലേ പറ്റുള്ളൂ. കാരണം ബ്രെയിനകത്ത് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനകത്ത് കാര്യങ്ങൾ പ്രോഗ്രാമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാമിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഒരു കുട്ടിയുടെ ഒരു ബാല്യം മുതലോ അല്ലെങ്കിൽ അതിന്റെ ഒരു വളരെ ഇൻഫന്റ് സ്റ്റേജിൽ ഫ്രം 6 months തൊട്ട് കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളും, അവരുടെ ഉള്ളിൽ നിന്ന് കൺവേ ചെയ്ത് പുറത്തേക്ക് വരുന്ന എനർജീസ്, ഇതെല്ലാം ആ കുട്ടിയുടെ മൈൻഡിനകത്ത് പ്രോഗ്രാമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് ഫുൾ നെഗറ്റീവ് കാര്യങ്ങളാണ്. കാരണം ഒന്നാമത് ഫുൾ മൊബൈലിലാണ്, സോഷ്യൽ മീഡിയാസിലാണ്.
അപ്പൊ ഈ എൻട്രി ചെയ്യുന്ന സാധനങ്ങൾ മൊത്തം എതിലേക്കൂടെയൊക്കെ എൻട്രി ചെയ്യാണ്? നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വഴി ഫുൾ നെഗറ്റീവ് സാധനങ്ങൾ എൻട്രി ചെയ്യാണ്. അപ്പൊ ഈ എൻട്രി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എങ്ങോട്ട് പോകും? സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോയി കിടക്കും. അപ്പം ആ കാര്യങ്ങള് കുട്ടിയുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ അല്ലെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിന്റെ ആരുടെ ആയാലും പെർഫോമൻസിനെ ശക്തമായിട്ട് ബാധിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളെയോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന കാര്യങ്ങളെയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വി ക്യാൻ പുട്ട് ഫിൽറ്റേഴ്സ്. നമുക്ക് ഫിൽറ്റേഴ്സ് വെക്കണം. അതായത് കഴിയുന്നതും നെഗറ്റീവ് എനർജി ഇപ്പൊ എന്തായാലും കുറെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കും, അത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോ ആ കാര്യങ്ങളെ നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി കണ്ണിൽ കൂടെയും മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ത്വക്കിൽ കൂടെയും ഒക്കെ അകത്തോട്ട് എൻ്റർ ചെയ്യുന്ന നെഗറ്റീവ് കാര്യങ്ങളെ ഫിൽട്ടർ ഇടാനെങ്കിലും നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ അത്രയും നെഗറ്റീവ് എനർജി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കാരണം പ്രോസസ്സിങ് ആ വഴിക്കോട്ട് നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ മൊത്തത്തിൽ ഈ ബ്രെയിന് താങ്ങാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്താ ചെയ്യുക? അത് ബോഡിയിലോട്ട് എഫക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ബ്രെയിനിലോട്ട് എഫക്ട് ചെയ്തു മൈൻഡിലോട്ട് പോയി കഴിയുമ്പോൾ സൊമാറ്റിക് ഡിസോർഡേഴ്സ് ആയിട്ട് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാണ്. അപ്പോൾ നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഓരോ കേസുകൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് ആകുമ്പോൾ ഒരു വാർത്തയെ അറിയാതിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് വാർത്തകൾ അറിയണം, കാര്യങ്ങൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയേണ്ടിയിരിക്കണു. പക്ഷെ എന്നിരുന്നാലും ആ സാധനത്തിനെ എടുത്തു കഴിഞ്ഞ് അത് വായിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ മൈൻഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസവും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. കാരണം ഫുള്ളും നെഗറ്റീവ്സ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്ന് പറയുകയാണ്. കാരണം ഇത് എന്തുകൊണ്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ കേസുകൾ നടക്കുമ്പോഴും ഓരോ കേസുകൾ നമ്മുടെ സൊസൈറ്റി നടക്കുമ്പോഴും നമ്മൾ ശരിക്കും വാച്ച് ചെയ്ത് ഞാനൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കും അത് എന്തുകൊണ്ടാണ് ആ കേസ് അങ്ങനെ ആയത്, അവിടെ ഏത് മെഡിസിൻ വരും, അങ്ങനത്തെ ആ ഒരു ഇത് നമ്മൾ ഡോക്ടേഴ്സ് പൊതുവെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോ നമുക്ക് ഈ ഇടയ്ക്ക് നിങ്ങളെല്ലാം പേപ്പറിൽ നമ്മളൊരു സാധനം വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദീപ്തി മോൾ ഒരു ഡോക്ടർ, ഒരു PRO, 2 ഹസ്ബൻഡ് വൈഫ് PROs, അതില് ആ വൈഫ് PRO എയർ ഗൺ വെച്ച് വെടിവെച്ചു. അപ്പൊ ആ കേസ് നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ കേസൊക്കെ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ആ കേസ് എടുത്ത ഡോക്ടറും ആയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ എന്താണ് ആ കേസിന് അറിയാനൊരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ ആ കേസ് മൊത്തം ആ കുട്ടി എന്നോട് ഷെയർ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്ട്, എന്തുമാത്രം ഇമ്പാക്ട് ആണ് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് നമ്മുടെ ഈ കുട്ടികളുടെ മൈൻഡിലോട്ട് വരുന്നത് എന്നുള്ളത് പറയാവുന്നതിനും അപ്പുറത്താണ്. അപ്പൊ അതുകൊണ്ട് മേക്ക് എ പോയിന്റ്, നമ്മൾ കുട്ടികളുടെ കേസിലായാലും ഏത് കേസിലായാലും നെഗറ്റീവ് ഷെയറിങ്, വീട്ടിനകത്തായാലും പുറത്തായാലും നെഗറ്റീവ് ഷെയറിങ് മാക്സിമം ഒഴിവാക്കുന്നത് നമ്മുടെ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോ നമ്മള് ഈ പറഞ്ഞ കണക്ക് ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നപ്പോ കുറെ പേര് പോയി, കുറെ ആൾക്കാർ മരിച്ചു, ദുരന്ത മുഖത്ത് എത്തിയിരിക്കുന്നു. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ ഈ പോയതിന്റെ ബാക്കിയായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരനുഭവിക്കുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടായിരിക്കും. ആ മെന്റൽ ട്രോമ എന്ന് പറയുന്നത് ഓരോരുത്തരും അതിനെ എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. അതിനെ എങ്ങനെ ഹോമിയോപ്പതിക്കകത്ത് നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതിനെ പറ്റി കുറച്ച് മെഡിസിൻസ് വെച്ചിട്ടാണ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. കുറച്ച് അക്യൂട്ടും കുറച്ച് ക്രോണിക്കും, ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് കേസുകൾ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ കൗൺസിലിംഗ് ഫീൽഡിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ കേസുകൾ കിട്ടും. ഞാനിവിടെ മഹിളാ മന്ദിരം എന്ന് പറഞ്ഞ റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പൊ അവിടെ 2-3 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ദുരന്ത മുഖത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോയ 2-3 കുട്ടികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം അവരുടെ കേസൊക്കെ 1-2 കേസൊക്കെ ഞാൻ എടുത്തു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു പിക്ചർ ഉണ്ടാക്കി തരികയാണ്. അപ്പൊ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമുക്ക് പതുക്കെ മെഡിസിനിലോട്ടൊന്ന് പോകാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഇന്നത്തെ ഒരു ഫേസിലോട്ട് നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ ഡിപ്രഷൻസ് ആണ്. ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഏതൊക്കെ വേരിയന്റിലെ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് എന്ത് പറ്റും, അത് ആൻഷൈറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യും. ചില ആൾക്കാർ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ട് മാറും. ചില ആൾക്കാർ വിചാരിക്കും ഇനി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇനിയുള്ള കാലം മൊത്തം ഭയങ്കര കഷ്ടമായിരിക്കും, എന്തെങ്കിലും സൂയിസൈഡ് ചെയ്ത് കളയാം. ചില ആൾക്കാർക്ക് സൂയിസൈഡ് ചെയ്യാൻ ധൈര്യമുണ്ട്, ചില ആൾക്കാർക്ക് ധൈര്യം ഇല്ല. അപ്പൊ ഇങ്ങനെ പല അവസ്ഥയിലൂടെ കടന്നു പോകുന്നിടത്ത് ഹോമിയോപ്പതിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ വളരെ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പറയാം. നമ്മൾ ഈ കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് ഞാൻ പറയാണ്,
നമുക്ക് സാധാരണ ഈ ഡിപ്രഷൻ കേസസ് ദുരന്തമുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്രഷൻ കേസസ് അല്ലാതെ ഡിപ്രഷൻ കേസസ് വരുമ്പോൾ യൂഷ്വലി എനിക്ക് പണ്ട് ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ ഡിപ്രഷൻ കേസ് വന്നാൽ ഇറ്റ് ബി പോസിബിൾ ടു പ്രിവെന്റ് ദ പേഷ്യന്റ് ഫ്രോം സൂയിസൈഡ് യൂസിങ് അവർ ഹോമിയോപ്പതിക് മെഡിസിൻസ്. അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. ബട്ട് ഐ എം ഡാം ഷുവർ ഐ എം സെയിങ്, സത്യം ഫ്രം ദ ഹാർട്ട് ഐ എം സെയിങ്, അത് നടക്കും. എന്ന് വെച്ചാൽ ഹോമിയോപ്പതി മെഡിസിൻ മാത്രം കൊടുത്തു നോക്കിയ കേസ് സക്സസ് ആവും. പക്ഷെ ഞാൻ പണ്ട് പേടിച്ചിട്ട് പണ്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ എനിക്ക് പേടിയാണ് അവര് രാത്രി ഉറക്കം കിട്ടുമായിരിക്കുമോ നമ്മുടെ മെഡിസിൻ കൊടുത്താൽ. ഉറക്കം സൂപ്പറായിട്ട് കിട്ടും. ഞാനത് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മളിപ്പോ ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ മനോമിത്രം, മാനസമിത്ര വടകം, ഇങ്ങനെയൊക്കെ കുറെ ടാബ്ലറ്റ്സ് ഉണ്ട്. അവരുടെ കുറെ സ്പാർക്ക്, അങ്ങനെയൊക്കെ കുറെ മെഡിസിൻസ് അവരുടെ പേറ്റന്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ എന്റെ ബ്രദർ ആയുർവേദമാണ്, എന്റെ കസിൻ ബ്രദർ ആയുർവേദമാണ്. അപ്പൊ അവനോട് പറയുമ്പോൾ അവൻ പറയട്ടെ, നിങ്ങളുടെ ഈ മരുന്ന് കൊടുത്ത പേഷ്യന്റ് എങ്ങനെ ഓർക്കും, ഞങ്ങളുടെ ഈ മെഡിസിൻ വെച്ച് ട്രൈ ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു നോക്കി. പക്ഷെ കേസ് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹോമിയോ മെഡിസിൻ മാത്രമായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ള കേസ് എല്ലാം വണ്ടർഫുൾ സക്സസ് കിട്ടിയിട്ടുണ്ട്, വണ്ടർഫുൾ സക്സസ്. അപ്പൊ അതുകൊണ്ട് ഹോമിയോപ്പത്തിക് മെഡിസിൻ ഇതിന് കൊടുക്കാൻ പറ്റുമോ? ഡിപ്രഷനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? പേഷ്യന്റ് വല്ലതും ചെയ്തു കളയും? ഒരിക്കലും ചെയ്യത്തില്ല. പക്ഷേ വൺ തിങ് വി ഹാവ് ടു കോൺസെൻട്രേറ്റ് വെച്ചാൽ സാഹചര്യം മാറ്റി കൊടുക്കണം. ഇപ്പൊ അയാൾ അവിടെ ഡിപ്രഷനിലോട്ട് പോകാൻ ഐ വിൽ സേ വൺ എക്സാമ്പിൾ. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റിനെ ഞങ്ങളുടെ ഒ പി തന്നെ കൊണ്ടുവന്നു. ഒ പി കൊണ്ടുവന്നത് ആ പേഷ്യന്റ് വന്നിട്ട് ഇപ്പൊ ഹസ്ബൻഡും ഒരു കുട്ടിയും ഈ ലേഡിയും കൂടെ വന്നത്. പക്ഷെ ഇവരെ കാണിക്കാനല്ല വന്നത്, കുട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം ഈ ജലദോഷം ചുമയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വൈഫ് എന്ത് ചെയ്യും? അവൾ പുറത്തിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു വിളിക്ക്. അപ്പൊ അയാൾ വിളിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കണ്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾ വിളിക്കുക, വൈഫിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് ദേഷ്യപ്പെട്ടപ്പോ അയാൾ വൈഫിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ എടുത്ത് അപ്പൊ ആ കൊച്ചിങ്ങനെ ഒരുമാതിരി മേളിലോട്ടൊക്കെ നോക്കുന്നു, മുഖത്തോട്ട് നോക്കാതെ റൂഫിന്റെ മണ്ടയ്ക്കൊക്കെ നോക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൊച്ചിന്? അയ്യോ ഡോക്ടർ, അവള് ഭയങ്കര കുഴപ്പം, അവള് സൈക്യാട്രിക് പേഷ്യന്റ് ആണ്, അവള് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതെന്താന്ന് അറിയത്തില്ല ഡോക്ടർ. അപ്പൊ ഞാൻ നിങ്ങൾ ആ കൊച്ചിനോട് ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കൊച്ചിന്റെ പേരറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചാൽ എന്തോ മെഡിസിനാ കഴിക്കുന്നത്? അത് നെക്സിറ്റോ കഴിക്കുന്നത്. നെക്സിറ്റോ പ്ലസ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് അലോപ്പതിയിൽ. അലോപ്പതി ഡോക്ടേഴ്സിനെ അറിയാവുന്നവരുണ്ടൊക്കെ, പാർട്ട്നേഴ്സ് ഉള്ളവർക്ക് അറിയാൻ പറ്റും. നെക്സിറ്റോ കഴിച്ച് കൊച്ചിന് ഒന്നും ഓർമ്മയില്ല. ഞാൻ ചോദിച്ചു മൂത്ത മോൾ എന്തോ ഡിഗ്രി, ഇത്രയും മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ബ്ലോക്ക്ഡ് അവസ്ഥയിലാണ് മോള്. പേര് പറയാറിനൂടെ ആ ഒരു അവസ്ഥ. പക്ഷേ ആ കേസ് വളരെ ബോൾഡ് ആയിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ എക്സിറ്റോ കൊടുത്തിട്ട് ഇത് കുറവുണ്ടോ? ഒരു കുറവില്ല ഡോക്ടർ, ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, എല്ലാ ജോലിയും ഞാനാ ചെയ്യുന്നത്, എന്റെ മക്കളെ ഒന്നും നോക്കാം. അയാൾ കരയുമായിരുന്നു. പക്ഷെ അയാളുടെ കയ്യിലായിരിക്കാം പ്രശ്നം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ എനിവേ ഞാൻ ആ നെക്സിറ്റോ ധൈര്യമായിട്ട് ഞാൻ ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയാൻ എനിക്ക് ധൈര്യമില്ല. അപ്പൊ ഓൾട്ടർനേറ്റ് ഡേയ്സ് നെക്സിറ്റോ വെച്ചിട്ട് നമ്മുടെ ഡ്രഗ് മാത്രം ഞാൻ കൊടുത്തു പേഷ്യന്. പക്ഷേ എന്താ സംഭവിച്ചത് വെച്ചാൽ ഭയങ്കരമായ വ്യത്യാസം വന്നു. കൊച്ചിനുണ്ടായ ചേഞ്ച് എന്ന് വെച്ചാൽ അറിയിക്കാൻ പോയാ 3 ദിവസത്തിൽ ഒരിക്കൽ ആക്കാൻ പറഞ്ഞ ആക്കി, ആഴ്ചയ്ക്കൊന്നാക്കാൻ പറഞ്ഞ നെക്സ്റ്റ് ആഴ്ചയ്ക്കൊന്നാക്കി. നോ പ്രോബ്ലം. ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ എല്ലാ ജോലിയും ചെയ്യൂലെങ്കിലും അവളെ കാര്യങ്ങൾ അവൾ ചെയ്യും. പിന്നെ കുറച്ചും കൂടെ ചിരിച്ച് കുളിച്ച് ഒരുവിധം വൃത്തിയായിട്ട് വരാൻ തുടങ്ങി. അത്രയ്ക്ക് വണ്ടർഫുൾ ആക്ഷൻ നമ്മുടെ ഹോമിയോപ്പതി ഡ്രഗ്സിനുണ്ട്. ഇത് ഞാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്കിനി മെഡിസിനിലോട്ട് കടക്കാം. മെഡിസിനിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ഈ പേഷ്യന്റ് നമ്മൾ ഈ ദുരന്ത മുഖത്തോട്ട് വന്ന ഇപ്പൊ നമ്മൾ ക്യാംസോ അങ്ങനെ വല്ലതൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ അവിടെ നമ്മുടെ സപ്പോർട്ട് അവിടെ വേണ്ടി വരുന്നത്. അപ്പൊ പേഷ്യന്റിനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ പേഷ്യന്റ് വളരെ ആൻഷ്യസ് ആയിട്ടിരിക്കുകയാണ്, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ആൻഷ്യസ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് റെസ്പോണ്ടേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും ആൻഷ്യറ്റി ആയിട്ട് ആ പേഷ്യന്റ് ഇരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ദ റണ്ണിങ് റെമഡീസ് അത് നമ്മളപ്പോ ചോദിക്കുക പേഷ്യന്റ് എത്ര ദിവസമായി, ഇതിപ്പോ നിങ്ങൾ ഈ സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ എത്ര ദിവസമായി, ഇപ്പൊ 2 ദിവസം ആയാലും 1 ദിവസം ആയാലും അന്ന് നടന്ന പ്രശ്നത്തിന്റെ ആണ് എന്ന് ആ അക്യൂട്ടാണ് ഇപ്പൊ അങ്ങോട്ട് നടന്നിട്ടേ ഉള്ളെങ്കിൽ വി ക്യാൻ ഗീവ് അക്കോണൈറ്റ്. ഫസ്റ്റ് റെമഡി ഈസ് അക്കോണൈറ്റ്. അക്കോണൈറ്റ് ഒരു ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ഗുണം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേസ് ഓപ്പൺ ആവും, നമുക്ക് അടുത്ത ഡ്രഗിലോട്ട് പോകാനൊന്ന് തുറന്നു കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അതിന്റെ സ്ട്രൈക്കിംഗ് സിംറ്റം എന്ന് വെച്ചാൽ അക്യൂട്ട് ആൻഷൈറ്റി ആണ്. അക്യൂട്ട് ആൻഷൈറ്റി സം ഡേയ്സ് ബിഫോർ, വളരെ കുറച്ച് ദിവസങ്ങൾക്ക് പോലെ മണിക്കൂറുകൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സാധനം കൊണ്ടുള്ള ആൻഷൈറ്റിയും വിത്ത് ഡിപ്രഷൻ രണ്ടും കൂടെ ആയിട്ടാണ് ആ പേഷ്യന്റ് ഇരിക്കുന്നതെങ്കിൽ വി ക്യാൻ ഗീവ് ദിസ് അക്കോണൈറ്റ്. ഞാൻ കുറച്ച് സ്ലോലി പോകാം, കാരണം വളരെ വളരെ മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ ഇതൊക്കെ തമ്മിൽ. ഓക്കെ, ഇനി നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നത് നമുക്ക് അവിടെ നിന്ന് ഒരു പേഷ്യന്റ് തന്നെ കിട്ടി. അത് ഇച്ചിരി പ്രായമായ ഒരു ആളാണ്, വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം പ്രതീക്ഷ ഓൾറെഡി പ്രായമായി ഈ സംഭവത്തിനും കൂടെ വിക്റ്റിം ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഓൾഡ് ഏജ്
ഡിപ്രഷൻ വിത്ത് ആൻഷൈറ്റി കൂടെ ഉണ്ടെങ്കിൽ വി ക്യാൻ ഗീവ് അംബ്രാഗ്രീസിയ. അംബ്രാഗ്രീസിയാണ് അതിന്റെ ഡ്രഗ്. ഓക്കെ, വളരെ റെഡ് ലൈൻ മാത്രമേ പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു കേസ് കിട്ടി. ആ കേസിൽ പേഷ്യന്റ് വളരെയധികം സൈലന്റ് ആണ്, ഡിപ്രസ്ഡ് ആണ്. ഈ ഡിപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു വാക്ക് സൂക്ഷിക്കും, നമ്മൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് ഡിപ്രസ്ഡ്. സാഡ് ആണോ, ഡിപ്രസ്ഡ് ആണോ, ആൻഷ്യസ് ആണോ എന്നുള്ളത് മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ ഒരു ഹോമിയോ ഡോക്ടർക്ക് പറ്റണം. ഓക്കെ, അപ്പൊ സാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സാഡ്നെസ്സും ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, സാഡ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ അക്യൂട്ട് ആയിട്ട് ഇപ്പൊ നമുക്കൊരു കാരണമുണ്ട്, വി ഹാവ് എ കോസ് ആൻഡ് നമുക്കിപ്പോ ഒരു കാരണമുണ്ട്. അപ്പൊ ആ ഒരു കാരണം, ഇപ്പൊ ഒരാൾ നമ്മളെ അടിച്ചു, അല്ലെങ്കിൽ ഒരാള് എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു കാരണം ഉണ്ടായിട്ടാണ് നമ്മൾ വിഷമിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് സാഡ്നെസ്. പക്ഷെ ഒരു കാരണവും ഇല്ല, നമ്മൾ ഇങ്ങനെ കുറെ നാളായിട്ട് ഈ അവസ്ഥയിൽ തന്നെ സങ്കടത്തിൽ തന്നെ പോവുകയാണ് വിത്തൗട്ട് എനി കോസ്, അങ്ങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ഡിപ്രഷൻ. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാഡ്നെസ് ആൻഡ് ഡിപ്രഷൻ. ഓക്കെ, അപ്പം അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് വരികയാണ്. പേഷ്യന്റ് നോക്കുമ്പോൾ പേഷ്യന്റ് വളരെയധികം സാഡ് ആണ് ഓർ ഡിപ്രസ്ഡ് ആണ്. പ്ലസ് ദ പേഷ്യന്റ് ഈസ് ഹാവിങ് ഡിസ്നിയ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു പോകുന്നു. നമ്മൾ പെയിന്റിങ് ഫിറ്റ്സ് ഉണ്ട്. നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുക, അമ്മ ഇത് എങ്ങനെ സംഭവിച്ചത്, നിങ്ങളുടെ ആർക്കാ സംഭവിച്ചത്, എന്തെങ്കിലും എനിക്ക് ദേഹം തളർന്നു വരുന്നു, എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞ് ആ ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് അമോണിയം കാർ. അതും ഈ പറഞ്ഞ പോലെ അക്യൂട്ട് ആണ്. പക്ഷേ റെഡ് ലൈൻ സിംറ്റം എന്ന് പറയുന്നത് ആൻഷൈറ്റി പ്ലസ് ഡിസ്നിയ, ശ്വാസമുട്ടുണ്ട് പ്ലസ് പെയിന്റിങ് ഫിറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരികയാണ്, തളർന്നു പോകുന്നു, ദേഹം തളർന്നു വരും, ദേഹം കുഴഞ്ഞു വരുന്നു എങ്കിൽ തിങ്ക് ഓഫ് ദിസ് അമോണിയം കാർ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് ആഴ്സാൽബാണ്. ആഴ്സാൽബ് എങ്ങനെയായിരിക്കും? ആഴ്സാൽബ് പേഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ മുമ്പിൽ എങ്ങനെ പ്രസന്റ് ചെയ്യും? എങ്ങനെയായിരിക്കും ആഴ്സാൽബിന്റെ പ്രത്യേകത? സാഡ്നെസ് ആണ്, പക്ഷെ റെസ്റ്റ്ലെസ് ആണ്. ഇരിക്കുമ്പോ നിൽക്കുമ്പോ ഇരിക്കുമ്പോ കിടക്കണം, ഇങ്ങനെ പിരിവിരിവിരാന്നിരിക്കുകയാണ്, ഇരിക്കാൻ പറ്റുന്നില്ല. ആൻഷൈറ്റി, നല്ല സ്ട്രെസ് ഉണ്ട്. പിന്നെ ഫിയർ, ഭയങ്കര പേടിച്ച മുഖമാണ്, പേടിച്ചാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് റെഡായിട്ട് നിൽക്കുന്ന ഫിയർ ആണ്, പേടിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എല്ലാത്തിനും ഓരോ സ്ട്രൈക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. പിന്നെ നമ്മളിപ്പോ പറയാണ് നമുക്ക് ഇതുപോലെ ഞങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ഇങ്ങനെയുള്ള പേടിക്കും ഇങ്ങനെയുള്ളതിനൊക്കെ ഞങ്ങൾക്ക് മെഡിസിൻസ് ഉണ്ട്. വേണ്ട ഡോക്ടറെ, അതിനകത്ത് മെഡിസിൻസ് ഉണ്ടെന്ന് ആവശ്യം, എനിക്ക് മെഡിസിൻ വേണ്ട, ഡോണ്ട് വോണ്ട് മെഡിസിൻ. അതാണ് അടുത്തൊരു സ്ട്രൈക്കിംഗ് പോയിന്റ്. എനിക്ക് മെഡിസിൻ വേണ്ട, ഒരു മെഡിസിനും എനിക്ക് വേണ്ട, കാരണം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. യൂസ്ലെസ് ടു ടേക്ക് മെഡിസിൻ. ദെൻ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ അകത്ത് കാണുന്ന ഫീലിംഗ് ഉള്ള 2-3 ഡ്രഗ്സ് ഉണ്ട്. ഈ അക്യൂട്ട് കേസസിനകത്ത് ഗിൽറ്റി ഫീലിംഗ് വരുന്നത്. അതായത് ഇവർക്കുള്ള ഗിൽറ്റി ഫീലിംഗ് ഇപ്പം നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ആളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മരിച്ചുപോയോ അല്ലെങ്കിൽ വെള്ളത്തിൽ പോയ ആളുടെ അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മയോ അമ്മൂമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് കണ്ടവരോ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും. അപ്പം ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഷോ എന്തൊരു കഷ്ടമായിപ്പോയി, തലേ ദിവസമേ ഞാൻ അവളേക്ക് വിളിച്ചതാ പക്ഷെ നടന്നില്ല, പിന്നെ ഒരാഴ്ചക്ക് മുമ്പ് എന്റെ കൊച്ചിങ്ങ് വരണമെന്ന് പറഞ്ഞതായിരുന്നു, ഞാൻ കൊണ്ടുവന്നില്ല, ദൈവമേ ഞാൻ എന്തൊരു തെറ്റാ ഞാൻ ചെയ്തത്, ഞാൻ അപ്പോഴേ ഇങ്ങ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു, അവള് ജോലിക്ക് അവിടെ പോയതാ, അവിടെ പോകണ്ട, അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ തള്ളിവിട്ടതാ. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഗിൽറ്റി ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യുന്നത് പ്ലസ് ആൻഷൈറ്റിയും കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് ആസാൽബ്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ റീവൈൻഡ് ചെയ്യാം. ആസാൽബിന്റെ പ്രത്യേകത എന്തൊക്കെയെന്ന് വെച്ചാൽ സാഡ്നെസ് ഉണ്ട്, പിന്നെ റെസ്റ്റ്ലെസ്നെസ്, റെഡ് ലൈൻ. നമ്പർ 1 റെസ്റ്റ്ലെസ്നെസ്, നമ്പർ 2 ആൻഷൈറ്റി, നമ്പർ 3 ഫിയർ ഭയങ്കരമായിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. പിന്നെ മെഡിസിൻ വേണ്ട, ഐ ഡോണ്ട് വോണ്ട് എനി മെഡിസിൻ. പിന്നെ ഗിൽറ്റി ഫീലിംഗ്, ഐ വെൻ റോങ് ആൻഡ് ദാറ്റ്സ് ഗോയിങ് ഓൺ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് മൈൻഡ് സെറ്റപ്പ് ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ആസാൽബ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് ഓറമെറ്റ് ആണ്. ഓറമെറ്റും ഈ സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ സാധാരണ വിചാരിക്കും ഓറമെറ്റ് എന്ന് പറയുമ്പോൾ ഈ അക്യൂട്ട് കേസ് നമുക്ക് എങ്ങനെ ഓറമെറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഓറമെറ്റും ഒരുപാട് ഈ പെട്ടെന്നുള്ള ഷോക്കിന് ഓറമെറ്റ് ഭയങ്കര യൂസ്ഫുൾ ആണ്. നെർവസ് ബ്രേക്ക് ഡൗൺ ആണ്. നെർവസ് ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ മൊത്തത്തിൽ ആളിനൊരു തളർച്ചയായിരിക്കും. ഞാൻ നേരത്തെ അമോണിയം കാർബിന്റെ കാര്യം പറഞ്ഞ പോലെ ഭയങ്കരമായ തളർച്ചയുള്ള ഒരു പേഷ്യന്റ് തളർച്ച കാണിക്കും. അപ്പം പിന്നെ എപ്പോഴും എന്താണ്, എനിക്ക് മരിച്ചാൽ മതി, തിങ്സ് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ്, എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ ചെയ്യാൻ പേടിയാണ്, ചെയ്യത്തില്ല. പക്ഷെ ഓറമെറ്റിനകത്ത് നമ്മൾ സാധാരണ ഓറമെറ്റ് പറയുന്നത് സിഫിലിറ്റിക് ഡ്രഗ് ആണ്, തലേന്ന് വരെ ഓറമെറ്റിന്റെ നമ്മൾ ക്രോണിക് സ്റ്റേറ്റിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓറമെറ്റിന്റെ ശരിക്കും ക്രോണിക് സ്റ്റേറ്റിലെ മൈൻഡ് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഓറമെറ്റ് തലേന്ന് വരെ എല്ലാവരുടെ കമ്പനി അടിച്ചു നടക്കും. സിഫിലിറ്റിക് ഡ്രഗ് ആണ്. അപ്പൊ തലേന്ന് വരെ കമ്പനി അടിച്ചു നടക്കും. ഒരിക്കലും എനിക്ക് ഇത്ര ഇഷ്യൂസ് ഒരുപാട് എന്താ പറയാ, നേരത്തെ എടുത്ത സാറ് പറയുന്ന ഒരു പോയിന്റ് എനിക്ക് കിട്ടിയിരുന്നു. ഞാൻ ജസ്റ്റ് കയറാൻ നേരം ശർമ്മ എന്ന് പറയുന്ന സാർ പറഞ്ഞിരുന്നു ഡിസൊബീഡിയന്റ് ആണെന്ന്. അത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. വെറും അഹങ്കാരം പിടിച്ചൊരു ഡ്രഗാണ് ഓറമെറ്റ്. ആരെയും മൈൻഡ് ചെയ്യൂല. ദാറ്റ് ഇസ് ഓറമെറ്റ്. അപ്പൊ ഈ ഓറമെറ്റിന്റെ ഒരു യൂഷ്വൽ ഓൺ ദ ക്രോണിക് സ്റ്റേറ്റ് എന്റെ വേർഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, തലേന്ന് വരെയും ഞാൻ ഭയങ്കര സെറ്റപ്പിലാണ്, ഞാൻ ഭയങ്കര ഓക്കെയാണ്, എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കും. തലേന്ന് വേണമെങ്കിൽ ഒരു പാർട്ടിക്ക് പോകും. ഷി വിൽ എൻജോയ് ദ പാർട്ടി ആൻഡ് എവറിങ് ആൻഡ് ഷി വിൽ കം ബാക്ക് ആൻഡ് സഡൻലി കമ്മിറ്റ് സൂയിസൈഡ് ആണ് ഓറമെറ്റിനകത്ത് നമ്മൾ ക്രോണിക് സ്റ്റേറ്റിൽ പറയുന്നത്. പക്ഷേ ഈ ഇങ്ങനത്തെ ഒരു ഷോക്കിൽ വരുന്ന കേസിൽ നമുക്ക് ഓറമെറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, അപ്പോ ആ പേഷ്യന്റ് എന്താ അവസ്ഥയിലായിരിക്കും എന്ന് വെച്ചാൽ, ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്, പക്ഷെ പേടിയാണ്, ആത്മഹത്യ ചെയ്യാൻ പേടി. പക്ഷെ കൂട്ടത്തിൽ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യണം, ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു ഇതായിരിക്കും. പിന്നെ നിരാശ, ഭയങ്കര നിരാശയായിരിക്കും. ഡിസ്കസ് ഓഫ് ലൈഫിനെ പറ്റി, ജീവിതത്തിൽ ഇനി ഞാൻ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല, എന്റെ വസ്തു മൊത്തം ഒഴുകിപ്പോയി, എന്റെ എല്ലാവരും പോയി, ഇനി ഞാൻ മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം ഇരിക്കണേ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെന്താണ്, പിന്നെ ഇടക്കിടക്ക് ചോദിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും, ബട്ട് ഡോണ്ട് വോണ്ട് ദ ആൻസർ. സിംപ്ലി ക്വസ്റ്റ്യനിങ്. ആൻസേഴ്സ് വേണമെന്നില്ല. അപ്പൊ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുക, സാറേ ഈ പോയ എനിക്ക് വസ്തു വേറെ തരുമോ, സർക്കാർ തരുമോ, നമുക്ക് വീട് വെച്ച് തരുമോ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ they will start questioning again and again. They don't need any answers, just simply questioning. അപ്പം അതാണ് ഓറമെറ്റിന്റെ വേറൊരു പ്രത്യേകത. പിന്നെ അടുത്തൊരു കാര്യം, ഓവർ സെൻസിറ്റീവ്നെസ് ടു നോയ്സ് ആയിരിക്കും. നമ്മള് സാധാരണ ഇങ്ങനത്തെ ക്യാമ്പ്സിലൊക്കെ, ഞാനൊക്കെ ഒരുപാട് നമുക്ക് കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് ഒക്കെ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ കുറെ ക്യാമ്പ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പലർക്കും ഡോക്ടേഴ്സിന് എക്സ്പീരിയൻസ് കാണും. അപ്പൊ ഞാൻ പല ക്യാമ്പ്സിലും പോയിട്ട് ഇങ്ങനെ പോവാറുണ്ടായിരുന്നു. നമ്മള് മെഡിസിൻസ് ഒക്കെ ആയിട്ട്, ഹോമിയോ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പോവാറുണ്ടായിരുന്നു. അപ്പോ നമുക്ക് എപ്പോഴും കാണാറുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഭയങ്കര അടി കിടക്കും. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. നമ്മൾ ചെല്ലുമ്പോ ഇങ്ങനെ പരാതിയൊക്കെ വന്നു പറയും, ഡോക്ടറെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. കൂടെ ഉള്ളവരെ പറ്റി ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കും. അത് ഏതെങ്കിലുമൊക്കെ ഡ്രഗിന് ആ ഷോക്കിന്റെ ഇഫക്റ്റ് ആണ്. പലരും പല രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഇടിഞ്ഞു വീണതിന്റെ ശബ്ദം നമ്മളോ, അപ്പൊ ആ ചെവിയുടെ ഒരു ശബ്ദത്തിന്റെ ഒരു ഇത് കൊണ്ട് അവർക്ക് സൗണ്ടിനോട് അവർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയൊരു നമ്മളീ പറയുന്ന പോലെ അല്ല മെന്റൽ ട്രോമ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മെന്റൽ ട്രോമയിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നത്. അപ്പൊ അത് നമ്മൾ ഈ ദൂരെ ഇരുന്ന് വായിക്കുന്നതും വാർത്ത കാണുന്നതും നമ്മൾ ചാനൽ ഓഫ് ചെയ്യേണ്ട ഗതികേട് വരുവാണെങ്കിൽ, അതിനെ വിക്ടിമൈസ് ചെയ്ത അവരുടെ ബന്ധുക്കളോ അല്ലെ അത് കണ്ട ആൾക്കാരോ അതിൽ നിന്ന് എന്താണ് റീഹാബിലിറ്റേറ്റ് ചെയ്ത് പുറത്തേക്ക് വന്ന ആൾക്കാരുടെ അവസ്ഥ പരമദയനീയമാണ്. അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ചില ആൾക്കാർക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഏകദേശം 70% ആൾക്കാർക്കും നോയ്സിനോട് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ദേ കാൺ ടോളറേറ്റ് ഈവൻ മൈന്യൂട്ട് നോയ്സസ്. ചെറിയ കുഞ്ഞു സൗണ്ടുകൾ പോലും അവർക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ട്. ആൻഡ് ഫോർ ദാറ്റ് ഓൾസോ വി ക്യാൻ ഗിവ് ദിസ് ഓറമെറ്റ്. വൺസ് അഗൈൻ ഞാൻ ഓറമെറ്റിനെ ഒന്നും കൂടെ റീവൈൻഡ് ചെയ്യാം. നെർവസ് ബ്രേക്ക് ഡൗൺ, ഫുള്ളായിട്ട് ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് അടിച്ചുപോയി. എന്തോ ഈ നെർവസ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്? നെർവസ് ബ്രേക്ക് ഡൗൺ വെച്ചാൽ CNS നിന്ന് നമ്മുടെ ബോഡിയിലോട്ട് നമ്മുടെ എല്ലാ സിസ്റ്റവും പോയിക്കണമെങ്കിൽ CNS മെസ്സേജ് പോകണം. ആൻഡ് ദ CNS is being broken down by this shock. ഈ ഇമോഷണൽ ഷോക്ക് കൊണ്ട് നെർവസ് ബ്രേക്ക് ഡൗൺ വന്നിരിക്കുകയാണ്. തൊട്ടാൽ അറിയത്തില്ല, വിളിച്ചാൽ അറിയത്തില്ല, അവരിങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നെക്സ്റ്റ് ഈസ് ദാറ്റ് എന്താണ്, സൂയിസൈഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ സൂയിസൈഡ് ചെയ്യാൻ പേടിയാണ്. ഫിയേഴ്സ് ഓഫ് കമ്മിറ്റിംഗ് സൂയിസൈഡ്. ഡിസ്കസ് ഓഫ് ലൈഫ്, തോട്ട് ഓഫ് ഡെസ്പോണ്ടൻസി, നിരാശയുടെ എക്സ്ട്രീം അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളോട്, എന്ത് ചെയ്യട്ടോ, ഇനി നമുക്ക് എന്ത് ചെയ്യും, ഇനി നമുക്ക് വയ്യാതായാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് കിട്ടുമോ, ഞങ്ങൾക്ക് അത് കിട്ടുമോ, ഇത് കിട്ടുമോ ചോദിച്ചിട്ടേ ഇരിക്കും. ദെൻ ഓവർ സെൻസിറ്റീവ്നെസ് ടു നോയ്സ് ആണ്. നോയ്സിനെ അവർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇത്രയുമാണ് ഓറമെറ്റിന്റെ പ്രത്യേകതകൾ. ഇനി അടുത്തൊരു ഡ്രഗ്, ഇതൊക്കെ നമ്മൾ ഈ അക്യൂട്ട് ഡ്രഗ്സ് നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യുന്ന അല്ലാത്ത ഡ്രഗ്സ് ആണ്. അടുത്ത ഡ്രഗ് എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡ് ആണ്. ബെൻസോയിക് ആസിഡിന്റെ പ്രത്യേകം മനസ്സിനകത്ത് ഈ ഷോക്കിനകത്ത് എങ്ങനെ ഈ ബെൻസോയിക് ആസിഡ് വർക്ക് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് അൺപ്ലസന്റ് ഈവന്റ്സ് ഓഫ് ദ പാസ്റ്റ് കാരണം പേഷ്യന്റ് അങ്ങ് ഡിപ്രസ്ഡ് ആയിപ്പോയി, നിരാശയുടെ എക്സ്ട്രീമിലായിപ്പോയി. അപ്പോ എന്താണ്,
പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളോട്. ഞാൻ അന്ന് വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റപ്പോഴത്തേക്കും സൗണ്ട് കേട്ട് ഡോക്ടറെ. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അത് പിന്നെ വേറെ വല്ല കാറ്റായിരിക്കും എന്ന് വിചാരിച്ചു. ഇങ്ങനെ പഴയ കഥകൾ റിപ്പീറ്റ് ചെയ്ത് ഡ്വെൽസ് ഓൺ ദ പാസ്റ്റ്. ഇത് ബ്രൂഡിങ്ങിന്റെ വേറൊരവസ്ഥയാണ്. അപ്പൊ ദേ വിൽ ഡ്വെൽസ് ഓൺ ദ പാസ്റ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൻഡ് ദാറ്റ്സ് എ ബെൻസോയിക് ആസിഡ്. അപ്പം എന്താണ്, പഴയ കാര്യങ്ങൾ ചില ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സൈലന്റ് ആയിരിക്കും, അവർ മിണ്ടത്തില്ല. അത് എന്താണെന്ന് പോലും അവർ പറയത്തില്ല, അവർക്ക് ഓർക്കാൻ പോലും പേടിയാ. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ കഥ പോലെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് ബെൻസോയിക് ആസിഡ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡ്രഗൊക്കെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഇറ്റ്സ് യൂസ്ഫുൾ. അതായത് ഈ സംഭവം കേട്ടതിന് ശേഷം അത് ഇപ്പം അവരുടെ കൂടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പം ഈ ഒരു പ്രശ്നം കൂടെ പോയ ചിലപ്പോൾ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കാം. അപ്പൊ ആ ഒരു സംഭവം നടന്നതിന് ശേഷം കാൺ ഡു സെക്ഷൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പ്രവർത്തിക്കുന്നില്ല. സെക്ഷൽ ഷോക്ക് വിച്ച് ഇസ് എ മെഡിസിൻ. കലേഡിയം ഇസ് എ മെഡിസിൻ. അതായത് ഈ ഒരു ഇത് വന്നതിന് ശേഷം ഒരു ഷോക്ക് കൊണ്ട് സെക്ഷൽ ഫങ്ഷൻസ് എല്ലാം അവതാളത്തിലായി. ആൻഡ് ദർ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കലേഡിയം. ഈ കലേഡിയത്തിന് ഈ പറഞ്ഞ ഷോക്ക് ഒന്നല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ കേസസ് വരും. എന്താണ്, നമ്മുടെ കുട്ടി, ഇപ്പൊ എന്റെ കുഞ്ഞ്, ഐ ഹാഡ് എ കേസ്. അതായത് ഒരു പോലീസ് ഓഫീസർ, 2 ആൺമക്കളുണ്ട്. അതില് ഫസ്റ്റ് കുട്ടി, മൂത്ത കുട്ടി ഹി വാസ് മെന്റലി MR ഉള്ള പേഷ്യന്റ് ആയിരുന്നു, റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. രണ്ടാമതൊരു കുട്ടിയെ കിട്ടി, ഹി വാസ് വെരി ബ്രില്യൻറ്റ് കുട്ടി. അപ്പൊ അവൻ മറ്റേതും കൂടെ ചേർത്ത് ബ്രില്യന്റ് ആണ്, എല്ലായിടത്തും ടോപ്പ്, എല്ലാ കളിക്കും ടോപ്പ്, എല്ലാത്തിനും സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടി. പക്ഷെ ഈ കൊച്ചൊരു മണ്ടത്തരം കാണിച്ച്. ഈ കുട്ടി എന്താ ചെയ്തെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയക്കകത്ത് ഏതോ ഒരു യൂട്യൂബർ വന്നിട്ട് പെട്രോൾ ആണോ മണ്ണെണ്ണയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പെട്രോളോ മണ്ണെണ്ണയോ ഏതാണ്ട് എടുത്ത് തലമുടി തേച്ചിട്ട് പിന്നെ തേപ്പ് വെട്ടി വെച്ച് തേക്കോ അങ്ങനെ എന്തോ സാധനം വെച്ച് തേച്ച് കഴിഞ്ഞാൽ മുടി സ്ട്രെയിറ്റ് ആയി കിടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ പയ്യൻ ആ വീട്ടിലാരും അറിയാതെ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് തലയിൽ തേച്ച് വേറെ കത്തി കരിഞ്ഞ്, എങ്ങനെ കത്തിയെന്ന് എനിക്കറിയത്തില്ല, കത്തി കരിഞ്ഞ് ആ കുട്ടി ഒരു 10 ദിവസമോ 15 ദിവസം കൂടെ മെഡിക്കൽ കോളേജിൽ കിടന്ന് ആ കുട്ടി മരിച്ചു. ആൻഡ് ഹി വാസ് എ പോലീസ് ഓഫീസർ, SIO CIO എങ്ങാണ്ടായിരുന്നു. അപ്പം വൈഫ് ടീച്ചറും. പക്ഷെ ഇവർക്ക് ആകെ ഒരു പിടിവള്ളി ഈ പയ്യനായിരുന്നു. ഈ കൊച്ചു പോയതോടുകൂടി ഇവരുടെ ഈ ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കണക്ക് സെക്ഷൽ പവർ ഫുള്ളായിട്ട് പോയി. വർഷങ്ങൾ എത്രയോ നാളായിട്ട് പോലും ആഫ്റ്റർ 1.5 years എങ്ങാണ്ട് ആയപ്പോഴും എൻ്റെ അടുത്ത കേസ് വന്നത്. പക്ഷേ ഇറ്റ് ഇംപ്രൂവ്ഡ് വിത്ത് കലേഡിയം. ഈ കലേഡിയത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്, അത് മെന്റൽ ഷോക്ക് കൊണ്ടാണ് ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് വരുന്നതെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ് കലേഡിയം. ഇനി അടുത്തൊരു കേസ്, അടുത്ത ഒരു റെമഡി പറയാം. ദാറ്റ് ഇസ് അത് ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനൊരു പ്രശ്നം വന്നു, ഇപ്പൊ വയനാട് ഇത്ര ഒരു പ്രശ്നം വന്നു, ഈ ഉരുൾപൊട്ടൽ വന്നു, അപ്പൊ എല്ലാം പോയി, ഒലിച്ചു പോയി, ഒക്കെ കണ്ടു. ബട്ട് വാട്ട് ഹീ സ്ട്രഗ്ലിംഗ്, അല്ലെങ്കിൽ പുള്ളി സങ്കടപ്പെടുന്ന എന്തിനാന്ന് ഡോക്ടറെ എനിക്ക് അവിടെ കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു, എന്റെ റബ്ബർ മൊത്തവും പോയി. അയാളുടെ ജീവൻ പോയിട്ടില്ല, ബന്ധുക്കൾ ആരും പോയിട്ടില്ല, ഒന്നും പോയില്ല, പക്ഷെ എന്റെ റബ്ബർ മൊത്തവും പോയി. അല്ലെങ്കിൽ എന്റെ എന്റെ ഏലത്തോട്ടം മൊത്തം പോയി ഡോക്ടറെ, എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല, എനിക്ക് വന്ന ഫൈനാൻഷ്യൽ കഷ്ടം സഹിക്കാൻ വയ്യ. വിച്ച് ഇസ് എ മെഡിസിൻ, കാൽക്കേരിയ ഫ്ലൂർ ഇസ് എ മെഡിസിൻ. അതായത് കാൽക്കേരിയ ഫ്ലൂറിനാണ് ഈ ഫിനാൻഷ്യൽ റൂയിന് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു ഡ്രഗാണ് കാൽക്കേരിയ ഫ്ലൂർ. എന്റെ എല്ലാ വെൽത്തും എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി എനിക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ഓർത്ത് ഇത്രയധികം സ്ട്രെയിൻ ചെയ്യുന്ന ഡ്രഗ് ആണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ദിസ്. ഇതെല്ലാം ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസസ് ആണ്. ഓക്കെ, there we can think of this calcaria floor. അപ്പൊ നമ്മളൊക്കെ ഈ കേസുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മെഡിസിൻസ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഡ്രഗുകളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കേസ് വരുമ്പോൾ തപ്പി പോകുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളല്ല, ഈ ഉരുൾപൊട്ടൽ വരുമെന്നും ഈ വെള്ളപ്പൊക്കം വരുമെന്നോ അല്ലെങ്കിൽ മൊത്തം ആൾക്കാർ ഒലിച്ചു പോകുമെന്നോ ഒന്നും സാമുവൽ ഹനുമാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളി ഇതിനുള്ള എല്ലാ മറുമരുന്നുകളും കണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ഹോമിയോപ്പതിയിൽ. അത് നമ്മൾ തപ്പിപ്പിടിച്ച് മാന്തി എടുക്കണം. അതാണ് അതിന്റെ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്ത ഒരു സാധനം പറയാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഡിപ്രഷൻ ഡ്യൂ ടു ഇതിപ്പോ ചില ഈ പറഞ്ഞ കേസുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന വേറൊരു സാധനമാണ്. അതായത് പിന്നെ ഓവറായിട്ട് ഇപ്പൊ ഓവർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഓവർ വർക്ക് ചെയ്തിട്ട് വെച്ചാൽ ഇത് ആർക്ക് ആപ്ലിക്കബിൾ എന്ന് വെച്ചാൽ, ഇതിനെ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, രക്ഷിക്കാൻ പോകുന്ന ആൾക്കാർ
അവരിതൊക്കെ എടുത്തോണ്ട് നടന്നു, ഇതൊക്കെ കണ്ടു, ആൾക്കാരെ എടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. കണ്ടിട്ട് അവർക്ക് അങ്ങ് ഡിപ്രഷൻ, അല്ലെങ്കിൽ അവർ വല്ലാത്തൊരവസ്ഥ, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ദേ ആർ ബീയിങ് ബ്ലോക്ക്ഡ്. അപ്പൊ ആ കേസിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് എന്ന് പറയുന്നത് കൊക്കയാണ്. അതെന്തുകൊണ്ടാ കൊക്ക വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തിരിക്കുക. പക്ഷെ അവർക്ക് ചില ആൾക്കാരുണ്ട്, വി നോ സം പീപ്പിൾ, ഇത് കൊക്ക എന്നൊക്കെ പറഞ്ഞ അക്യൂട്ട് ആയിട്ട് ഇവിടെ കൊടുക്കേണ്ട കേസാണ്. അത് കോസ്റ്റിക്കം പേഷ്യന്റ് ആയിരിക്കും ചിലപ്പം. കാരണം മറ്റുള്ളവരുടെ സങ്കടത്തിൽ അത്രയധികം ആസാൽബ്, ഒരുപാട് ഡ്രഗ് ഉണ്ട് ഇതുപോലെ സഹായിക്കുന്ന ഡ്രഗ്. ഫോസ്ഫറസ് ഹെൽപ്പിംഗ് ഡ്രഗ് ആണ്, ആസാൽബ് ഹെൽപ്പിംഗ് ഡ്രഗ് ആണ്, ഓൾസോ കോസ്റ്റിക്കം ഇസ് ഓൾസോ ഹെൽപ്പ്. പക്ഷെ വ്യത്യാസം എങ്ങനെയാണ്? ആസാൽബ് എങ്ങനെയായിരിക്കും? ആസാൽബ് ചിന്തിക്കുന്നത് ഇപ്പൊ ഒരു ഇങ്ങനൊരു സംഭവം നടന്നു, അവിടെ നിൽക്കുന്ന ആളൊരു ആസാൽബ് ആണെങ്കിൽ അയാൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും എന്നറിയൂ? ദൈവമേ, ഞാനായിരുന്നു ഇങ്ങനെയെങ്കിൽ ഞാൻ എങ്ങനെ അവിടുന്ന് ഓടി രക്ഷപ്പെടുമായിരുന്നു എന്നായിരിക്കും ഒരു ആസാൽബ് ചിന്തിക്കുന്നത്. പക്ഷേ ഒരു ഫോസ്ഫറസ് എങ്ങനെ ചിന്തിക്കും? ഫോസ്ഫറസ് ഒന്നും നോക്കത്തില്ല, ചാടി വീഴും. അവിടെ എന്തൊക്കെ ചെയ്തു, അതിനെ ആരാണോ ആ പേഴ്സൺ, ഇനി എന്ത് ഇതിലാണ്, ഏത് കാസ്റ്റ് ആണോ, ഏത് ക്രീഡാണോ, വെദർ ഇറ്റ്സ് ഹ്യൂമൻ ബീങ് ഓർ എൻ ആനിമൽ ഓർ എനിത്തിങ്, ജമ്പ് ഓൺ ടു ദ സൈറ്റ്. ആൻഡ് അത് ഏതിനകത്ത് വിതോ ക്ലോസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ സ്ഥലത്ത് എന്ത് നടന്നാലും ഇനി ഒന്നും നോക്കാതെ ചാടി ഇറങ്ങുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. ഇനി കോസ്റ്റിക്കം ആണെങ്കിൽ എങ്ങനെയായിരിക്കും? കോസ്റ്റിക്കം എന്ന് പറഞ്ഞാൽ കോസ്റ്റിക്കത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ കഴിക്കും കോസ്റ്റിക്കം ഭയങ്കര ഹെൽപ്പിംഗ് ഡ്രഗ് ആണെന്ന്. അല്ല, കോസ്റ്റിക്കം എന്ത് ചെയ്യും? കോസ്റ്റിക്കം ഒന്ന് സിമ്പത്തൈസ് ചെയ്യാണ്, ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അയ്യോ, ഇങ്ങനെ സംഭവം നടന്നല്ലോ, ഈശ്വരാ എന്ത് ചെയ്യും? ബട്ട് പ്രാക്ടിക്കലി ഹെൽപ്പ് ചെയ്യുന്ന ഡ്രഗ് ഫോസ്ഫറസ് ആണ്. കോസ്റ്റിക്കം സിമ്പതൈസ് ചെയ്യുന്നുണ്ട്, കോസ്റ്റിക്കം ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്, അയ്യോ അങ്ങനെ പറ്റിയല്ലോ എന്ന് സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിൻ്റെതായ ഡിഫറൻസുകൾ. അപ്പൊ ഈ കൊക്ക ഈ പറഞ്ഞ ഒന്നിനുമല്ല, നമ്മൾ അക്യൂട്ട് മാത്രം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കൊക്ക എങ്ങനെയാണ്? ഈ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ആളങ്ങ് ഡിപ്രഷനിലായി, ആളൊന്നും മിണ്ടണില്ല, ഇതൊക്കെ കണ്ട് ആളങ്ങ് മടുത്തു. അപ്പൊ എന്താണ് ഡ്രഗ്? ദാറ്റ്സ് കൊക്ക. ഓക്കെ. ഇനി അടുത്തത് കോക്കുലസ് ഇൻഡിക്കസ്. കോക്കുലസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന ഡ്രഗ്, ഞാനിപ്പോ സ്പീഡ് ആകുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ബ്രേക്ക് ചെയ്തേക്കണേ. ഇല്ല, കുഴപ്പമില്ല. നെക്സ്റ്റ് ഓക്കെ ആണല്ലോ മാഡം? ഓക്കെ, ആ, നെക്സ്റ്റ്. ഇനി അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇനി അടുത്ത ഡ്രഗ് എന്ന് വെച്ചാൽ തന്നെത്താനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ ഏത് ചോദിക്കുക, എന്താണ് മാഡം, എന്താ പ്രശ്നം, എന്താ പറ്റിയേ? അപ്പൊ പറയാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതിനകത്ത് മുഴുകിയിരിക്കും അന്ന് നടന്ന ആ സംഭവങ്ങളും അതിന്റെ സീൻസും അതിന്റെ സൗണ്ടും. അല്ലെങ്കിൽ ഇപ്പൊ റിലേറ്റീവ്സ് ആരെങ്കിലും ആണ് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ അന്ന് പോയതും വണ്ടിയും കണ്ടതും തലേന്നും എല്ലാം ഇങ്ങനെ സീനറി പോലെ തലയ്ക്കകത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ പറഞ്ഞത് തന്നെ ഈ ബ്രൂഡിംഗ് ഡ്രഗ്സ് ഒരുപാടുണ്ട് കേട്ടോ. നാട്രമൂർ ഇസ് എ ബ്രൂഡിംഗ് ഡ്രഗ്, സെപ്പി ഇസ് എ ബ്രൂഡിംഗ് ഡ്രഗ്. അപ്പൊ അതുപോലൊരു അക്യൂട്ട് ബ്രൂഡിംഗ് ഡ്രഗ് ആണ് കോക്കുലിസ്. കോക്കുലിസ് ക്യാൻ ബി തിങ്ക് ഓഫ് ആസ് എ അക്യൂട്ട് ഡ്രഗ്. അത് അക്യൂട്ട് എമർജൻസിക്ക് നമുക്ക് കോക്കുലിസ് കൊടുക്കാൻ പറ്റും. അതായത് ഈ ബ്രൂഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വെറ്ററിനറി മെഡിക്കയിൽ. കാരണം ചില ഡ്രഗ്സ് നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ദീപ്തി മോൾ എന്ന് പറഞ്ഞ ആ കേസിൽ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിത്യ ഡോക്ടറെ, ഇങ്ങനെ ഈ പേഷ്യന്റിന്റെ കേസിന് എനിക്ക് നാട്രമൂറാ തോന്നിയത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ പെട്ടെന്ന് എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നാട്രമൂർ പറയാൻ കാരണം എന്താ? അത് പിന്നെ ഡോക്ടറെ കരയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കരയുന്നുണ്ടായിരുന്നു വെച്ചാൽ നാട്രമൂറാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ഞാൻ ആ കേസ് കൂടുതലായിട്ട് എടുത്തപ്പോ ഞാൻ പെട്ടെന്ന് ചോദിച്ചത്, ഈ ഒരു പഴയ കാര്യങ്ങൾ പറയുന്നുണ്ടോ? അപ്പൊ പറഞ്ഞില്ല, പഴയ കാര്യങ്ങളെ പറയുന്നില്ല എന്നുള്ളത് നാട്രമൂർ റൂൾ ഔട്ട് ആയി അവിടെ. കാരണം നാട്രമൂർ കാൺ സ്റ്റാൻഡ് വിത്തൗട്ട് ബ്രൂഡിങ്. അതാണ് നാട്രമൂറിന്റെ ഏറ്റവും വലിയ സ്ട്രൈക്കിംഗ് പോയിന്റ്. അപ്പോ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ബ്രൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നാട്രമൂറിനെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ അക്യൂട്ട് ഡ്രഗ്സിനകത്ത് ഏറ്റവും ബ്രൂഡിംഗ് ഡ്രഗ് ആണ് കോക്കുലസ് ഇൻഡിക്കസ്. തിങ്ക് ഓഫ് ദിസ് കോക്കുലസ് ഇൻഡിക്കസ്, സിറ്റ് ആൻഡ് ബ്രൂഡ്. അതാണ് എന്ത് ചെയ്യും? ഒരു മൂലയിൽ പോയിരിക്കുകയാണ്, സൈലന്റ് ആണ്, മൂടിയാണ്, ഒരു മൂലയിൽ പോയിരുന്നിട്ട് ആ ചിന്തകളിൽ മുഴുകി റീവൈൻഡ് ചെയ്ത് പറഞ്ഞു ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ദിസ് കോക്കുലസ് ഇൻഡിക്കസ്. വൺസ് അഗെയിൻ ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ ഒരാള് ഈ നടന്ന കാര്യങ്ങളിലെ ഓരോ ചിത്രങ്ങളെയും മനസ്സിനകത്തിട്ട് അയവിറക്കി ഓർത്തിരിക്കുകയാണ്. അബ്സോർബ്ഡ് ഇൻ ആണോ, ടോക്കിംഗ് ടു എനിവൺ, അബ്സോർബ്ഡ്, സൈലന്റ്, സിറ്റിംഗ് ഓൺ ദ കോർണർ, ആരുടെയും കൂടെ മിങ്കിൾ ചെയ്യുന്നില്ല, സൈലന്റ്ലി ഓൺ ദ കോർണർ. ആൻഡ് എന്ത് ചെയ്യും? ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ച് ബ്രൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വറീഡ് ഇൻ തോട്ട്സ്, ആ ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണ്. നമ്മൾ വിളിച്ചാലോ തട്ടിയാലോ ഒന്നും അറിയുന്നില്ല. ദാറ്റ്സ് കോക്കുലസ്. ഓക്കെ. ഡ്രഗ് എങ്ങനെയാന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഡ്രഗ് ഇസ്
ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡ്രഗ് എന്ന് വെച്ചാൽ ഇപ്പൊ ആ വന്ന കേസ് ആ പറഞ്ഞ ഈ ദുരന്തമുഖത്ത് അനുഭവപ്പെട്ട ഒരാളിന്റെ റിലേറ്റീവിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അതൊരു ലേഡി ആണെന്നിരിക്കട്ടെ, സ്ത്രീ ആണെന്നിരിക്കട്ടെ, പക്ഷെ അവർ ആ സമയത്ത് അതിനെയൊക്കെ വിസ്റ്റാൻഡ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് മിടിക്കായിട്ടൊക്കെ നിന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പീരീഡ് ടൈം ആയപ്പോ ഇവർക്ക് എല്ലാം കൂടെ കൊണ്ട് ട്രിഗർ ചെയ്തു. സോ ഷീ മേ സ്റ്റാർട്ട് ഷോയിങ് സിംറ്റംസ്. ഭയങ്കരമായിട്ട് ആ ഡിപ്രഷന്റെ സിംറ്റംസും ഒക്കെ കൂടുതലായിട്ട് ഇവർ കാണിക്കുകയാണെങ്കിൽ ആണ് വാട്ട് ടൈം? മെൻസസ് ടൈമിലാണ് ആവുമ്പോൾ ഇതെല്ലാം കൂടെ ട്രിഗർ ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഷോയിങ് ഓൾ സിംറ്റംസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാറ്റ് കൊണിയമാക്. നമുക്കറിയാം ഈ കൊണിയമാക് എന്ന് പറഞ്ഞ സാധനം ഒന്നാമത് പ്രീമെൻസ്ട്രൽ ടെൻഷൻ നമ്പർ 1 റെമഡിയാണ് കൊണിയമാക്. സോർനെസ് ഓഫ് ബ്രസ്റ്റ് ആൻഡ് ഹോർമോണൽ ഇംബാലൻസ് ഫോർ ഓൾ ദാറ്റ് ഇസ് കൊണിയമാക് ഇസ് എ വെരി ഗുഡ് ഡ്രഗ്. ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് കൊണിയമാക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഇഫ് ഇറ്റ്സ് എ പ്രഗ്നന്റ് വിമൻ, ഇപ്പൊ ഹോർമോണൽ ഇംബാലൻസ് എപ്പോഴൊക്കെയാണ് നമുക്ക് ലേഡീസിന് സാധാരണ വരുന്നത്? ഓൺ ദ ടൈം ഓഫ് മെൻസസ്, അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി, അറ്റ് ദ ടൈം ഓഫ് മെനോപോസ്. ഇങ്ങനത്തെ ടൈമിലൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് വരിക? ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയത്ത്. അപ്പൊ ഹോർമോണൽ ഇംബാലൻസ് വരുന്ന സമയത്ത് ദ പേഷ്യന്റ് ഇസ് സ്വീപ്പിംഗ് ടു ഡിപ്രഷൻ. ഒന്നും മിണ്ടുന്നില്ല, മിണ്ടാതൊരിടത്ത് പോയിരിക്കും, നടന്ന കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അറ്റ് ദ ടൈം ഓഫ് മെൻസസ്. പക്ഷേ മെൻസസിന് മുമ്പ് ഷീ withstood all the stages and at the time of menses എല്ലാം കയ്യിൽ നിന്ന് പോയി. And for that we can think of this കൊണിയമാക്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓരോ കേസും നമുക്ക് ദുരന്തമുഖത്തിനകത്തോട്ട് ദുരന്തമുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നവരെ വരുന്നതിൽ ഏതൊക്കെ കേസസ് വരാൻ സാധ്യതയുണ്ടോ അതെല്ലാമാണ് ഞാൻ നോട്ടിച്ച് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തൊരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് ടിങ്ചേഴ്സിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഇമോഷണൽ സ്ട്രോക്സ് ഭയങ്കരമായിട്ട് ഉണ്ടായ കേസസിനകത്ത് നമുക്ക് ഏത് ടിഞ്ചറാ ഉപയോഗിക്കാൻ പറ്റും? ഗോൾത്തേറിയ ടിഞ്ചർ ഇസ് വെരി യൂസ്ഫുൾ എന്നാ പറയപ്പെടുന്നത്. ഗോൾത്തേറിയ ടിഞ്ചർ 10 drops 1 day കൊടുക്കുന്നത് ഈ നെർവിനെയൊക്കെ ഒന്ന് റിവൈവ് ചെയ്ത് ഡിപ്രഷനിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ ഗോൾത്തേറിയ ടിഞ്ചർ സഹായിക്കും എന്ന് പറയുന്നു. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ഏത് ഡ്രഗ് വേണേലും ഉപയോഗിക്കാം. യൂസ് ദിസ് ജെൽസീമിയൊക്കെ സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ടിഞ്ചേഴ്സ് ഉപയോഗിക്കാം. എന്നിരുന്നാലും ഗോൾത്തേറിയയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഷോക്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക കഴിവുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഏതൊരു ആർട്ടിക്കിളിൽ നിന്ന് തപ്പിയെടുത്തൊരു സാധനമാണ് അതെ. ഇനി അടുത്തത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ്. അത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം, പക്ഷെ നമ്മളത് ആലോചിച്ചിട്ടേ ഇല്ലാത്ത ഡ്രഗാണ്, പക്ഷെ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. അത് ഏത് ഡ്രഗാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പറിക്കമാണ്. ഹൈപ്പറിക്കത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതായത് ഈ സംഭവം കേട്ടിടം മുതലോ അല്ലെ കണ്ടിടം മുതലോ പോയിടം മുതലോ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കും. ഒരു സമയം കരയുന്നു, കുറച്ച് സമയം കഴിച്ചിരിക്കുന്നു. നമ്മൾ ശരിക്കും മൂഡ് സ്വിങ്സ് ഉള്ള ഡ്രഗ്സ് ഏതൊക്കെയാ? അക്യൂട്ട് ഡ്രഗ്സിനകത്ത് മൂഡ് സ്വിങ്സ് ഉള്ളത് ഒരുപാടുണ്ട്, ക്രോണിക് ഡ്രഗ്സിൽ മൂഡ് സ്വിങ്സ് ഉള്ളതുണ്ട്. പക്ഷേ നമ്മൾ ക്രോണിക് ഡ്രഗിൽ നമ്മൾ മൂഡ് സ്വിങ്സ് സാധാരണ പറയുന്ന ഡ്രഗ് നമ്പർ 1 ഇഗ്നേഷ്യ, നമ്പർ 2 മെഡോർണം. ഇതൊക്കെ ക്രോണിക് മൂഡ് സ്വിങ്സ് ഉള്ള ഡ്രഗ്സ് ആണ്. നോട്ട് ഫോർ ദ ഡേ, ഇറ്റ് റിമെയിൻ ഫോർ ലോങ് ഇയേഴ്സ്. മേ ബി ബൈപോളാറോ ട്രൈപോളർ ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഡ്രഗ്സ് ഒക്കെയാണ്. മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് വരുന്ന ഡ്രഗ്സ് ആണ്. ഓൾസോ ദിസ് വൺ സെപ്പി ഈസ് ഓൾസോ ഹാവിംഗ് മൂഡ് സ്വിങ്സ്. അപ്പൊ ഈ മൂഡ് സ്വിങ്സ് ഉള്ള ഡ്രഗ്സ് കുറെ ഉണ്ടെങ്കിലും അക്യൂട്ട് ഡ്രഗിനകത്ത് മൂഡ് സ്വിങ് ഉള്ളൊരു നമ്മൾ ചിന്തിക്കാത്തൊരു ഡ്രഗാണ് ഹൈപ്പറിക്കം. എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആള് പല പല സ്റ്റേജസിലോട്ട് മൈൻഡ് പോയിക്കൊണ്ടിരിക്കുക, മൂഡ് സ്വിങ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ പിന്നെന്താണ് ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുന്നത്, ഫീൽസ് വെരി മച്ച് എക്സോസ്റ്റഡ്, ഭയങ്കരമായിട്ടൊരു തളർച്ച അനുഭവപ്പെടുന്ന ഒരു ഡ്രഗാണ്. ദെൻ എന്താണ് ഇനി പിന്നെ പറഞ്ഞോണ്ടിരിക്കുക പിന്നെന്ന് വെച്ചാൽ അവരുടെ മൈൻഡിനകത്ത് തോന്നുന്നൊരു കാര്യം വെച്ചാൽ ഇനി ഇതൊന്നും ശരിയാകത്തില്ല, ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളൊക്കെ വരും, ഇനി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിക്കുന്ന അക്യൂട്ട് ഡ്രഗിൽ പ്രധാനപ്പെട്ട ഒരു ഡ്രഗാണ് ഹൈപ്പറിക്കം. ഇനിയും നമുക്ക് ഇതുപോലെ ഇനിയും ഇടിഞ്ഞു വീഴും, ഇനി എല്ലാം പോവും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ രാവിലെ എഴുന്നേക്കത്തില്ല. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. ഈ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇപ്പൊ ചെയ്യുന്നില്ല. ക്രോണിക് ഡ്രഗ് ഏതാ? സെപ്പിയാണ്.
ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് എപ്പിയ. അതുപോലെ ഒരു അക്യൂട്ട് ഡ്രഗ് ആണ് ഹൈപ്പറിക്കൻ. ദെൻ പിന്നെ അടുത്തൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവം കണ്ടതിന് ശേഷം അവർക്ക് തോന്നുന്നു വെച്ചാൽ ഫീലിംഗ് ലിഫ്റ്റഡ് ഹൈ അപ്പ് ഇൻ ദ എയറിലോട്ട് ആരോ വലിച്ചു പൊക്കുന്നു എന്നൊരു ഫീലിംഗ് തലയിലോട്ട് വരും. ഹെഡ് ഫീൽസ് ലോങ്, തല വലുതാവുന്നുണ്ട്, എന്നെ ആരോ വലിച്ചു പൊക്കുന്നുണ്ട്, തലയ്ക്കകത്ത് എപ്പോഴും ഡ്രൗസിനെസ് ആയിരിക്കും. ഇത്രയാണ് ഉള്ളത്. പിന്നെ ഇൽ ഇഫക്ട്സ് ഓഫ് ഷോക്കിന്റെ ഇൽ ഇഫക്ട്സിന് ഏറ്റവും നല്ല ഡ്രഗാണ്. കാരണം അത് സൂപ്പറായിട്ട് നമ്മുടെ സിഎൻഎസിലോട്ട് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ബ്രെയിനിലുണ്ടായ അക്യൂട്ട് ഷോക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഹൈപ്പർക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആൻസൈറ്റി വിത്ത് ഫിയർ ഓഫ് ബീങ് ഫോളിങ് ഫ്രം ഹൈറ്റ്, ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്നത് പോലെയും എന്നെ ഞാൻ വലിച്ചു പൊക്കി എടുക്കുന്നതായിട്ടും മൊത്തവും കൂടെ വന്ന് വീഴുന്നതായിട്ട്, ഇങ്ങനെയുള്ള എന്താ പറയുക കുറെ ഡില്യൂഷൻസിന്റെ ഒരു ലോകത്തായിരിക്കും അവർ ജീവിക്കുന്നത്. സോ ദാറ്റ് ഈസ് അക്യൂട്ട് ഡ്രഗ്. അതാണ് ഈ അക്യൂട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് ഹൈപ്പറിക്കൻ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട 2 സാധനം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ടൈം ആയോ സാറേ? അല്ല മാഡം, ടൈം ആയോ? ഇനി നമുക്ക് 15 മിനിറ്റ് ഉണ്ട്, അത് 10 മിനിറ്റ് കൂടെ എടുക്കാം. ഓക്കെ. അപ്പം നെക്സ്റ്റ് അടുത്തൊരു ഡ്രഗ്, അടുത്ത പ്രധാനപ്പെട്ട ഡ്രഗാണ്. ആ ഡ്രഗ് ഇല്ലാതെ നമുക്ക് ഒരു ഷോക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇറ്റ്സ് ഇഗ്നേഷ്യ. അപ്പൊ ഇഗ്നേഷ്യ എങ്ങനെയാണ്? ഇഗ്നേഷ്യ എന്ന് പറയുന്ന സാധനം സാധാരണ സിൻഡിക്കേറ്റഡ് ഫോർ ബോത്ത്. ഈ ഇഗ്നേഷ്യ എന്ന് പറയുന്ന ഡ്രഗ് നമ്മൾ സാധാരണ ക്രോണിക് ഷോക്കിനൊക്കെ നമുക്ക് പെട്ടെന്ന് തലയിലോട്ട് കയറി വരും, ഇഗ്നേഷ്യ ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയും. പക്ഷേ ഈ ഇഗ്നേഷ്യ നമ്മൾ എങ്ങനെയൊക്കെ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഇഗ്നേഷ്യ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത്തെ കാര്യം എല്ലാം തലതിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണ ഒരു ആൾ എങ്ങനെ പ്രതികരിക്കുമോ അതിന്റെ ഓപ്പോസിറ്റ്, അതറിയാലോ, കോൺട്രഡിക്ഷന്റെ ആളാണല്ലോ. അപ്പൊ ഫുൾ ഇങ്ങനെ തലതിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നെക്സ്റ്റ് എപ്പോഴും ഗ്രീഫും പറയുവാണ്, സങ്കടവും ഉണ്ട്, ടെൻഷനുണ്ട്, പിന്നെന്താണ്, ഫുൾ ഓഫ് കോൺട്രഡിക്ഷൻ ആണ്, കരഞ്ഞോണ്ടേയിരിക്കും. കരയുന്ന ഡ്രഗ് നമുക്ക് ഇവിടെ കിട്ടുന്നതിനകത്ത്, ഇപ്പൊ ഈ ഷോക്കിനകത്ത് കിട്ടുന്നതിനകത്ത് കരയുന്ന ഡ്രഗ് ആരെയൊക്കെ കിട്ടും? പൾസാരിലെ കിട്ടും, ആട്രമൂറിനെ കിട്ടും, ഇഗ്നേഷ്യ കിട്ടും. പക്ഷെ ഇഗ്നേഷ്യ പൊതുവേ സാധാരണ കരയും. നമ്മളെ ക്രോണിക് കേസസിലാണെങ്കിൽ ഇഗ്നേഷ്യ പിന്നെ കരയും ചെയ്യും, ചിരിക്കുകയും ചെയ്യും, കരയും ചെയ്യും, രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോഴൊക്കെ ഇഗ്നേഷ്യ സൂപ്പറായിട്ട് കിട്ടാറുണ്ട്. ചില പേഷ്യൻസ് ഉണ്ട്, എനിക്കറിയാവുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്. ആ പേഷ്യന്റ് വന്നിട്ട് ഹസ്ബൻഡ് ഉപദ്രവിച്ച കാര്യം പറയുമ്പോൾ ചുമ്മാ അടുത്ത് ചിരിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ ഇതേമേ ഹസ്ബൻഡ് ഉപദ്രവിച്ച കാര്യം പറയും, ഇവരെന്തിനിങ്ങനെ ചിരിക്കുന്നതെന്ന് വിചാരിക്കും. അവർ ചിരിച്ചിട്ടാ പറയുന്നത്, എന്നെ അങ്ങനെ ചെയ്യും, എന്നെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇഗ്നേഷ്യ, ഞാൻ പണ്ട് നമ്മളൊക്കെ ഹോമിയോക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്, ഇഗ്നേഷ്യ പോലത്തെ പേഷ്യൻസ് കാണും. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട് ഇഗ്നേഷ്യ. അപ്പൊ ഈ കേസിനകത്ത് സാധാരണഗതിയിൽ ഒരു പേഷ്യന്റ് എങ്ങനെ, ഡോക്ടറെ ഞാനത് കണ്ടോണ്ടിരിക്കുമ്പോ അല്ലേ കെട്ടിടം വന്ന് ഇടിഞ്ഞങ്ങ് വീണത്, ഇങ്ങനെ ചിരിച്ചിട്ട് പറയും. അപ്പൊ അത്ര കോൺട്രഡിക്ടറി ആയിട്ടാണ് പറയുന്നത്. പിന്നെ ചിലപ്പോ കരയും, എന്റെ വേണ്ടപ്പെട്ടവര് പോയി, പിന്നെ കരയും, വീണ്ടും ചിരിക്കും. അങ്ങനെ മാറി 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 പിന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഹൈപ്പറിക്ക അക്യൂട്ട് പറഞ്ഞതുപോലെ ഒരു ഡ്രഗാണ് ഇഗ്നേഷ്യ. അപ്പം പിന്നെ പറയുന്നതിന്റെ കാരണം എന്താണ്? പുള്ളിക്കാരത്തെ പറയുന്നത് തന്നെത്താനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, ബ്ലെയിം ഹിംസെൽഫ് ഫോർ എവറിത്തിങ്. അത് കുറച്ച് ഡ്രഗിനുള്ള പ്രത്യേകതയാണ്. തന്നെത്താനെ എന്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, കാരണം എന്തോ ഞാൻ പള്ളിയിൽ പോയില്ല, ഞാൻ അല്ലെ ക്ഷേത്രത്തിൽ പോയില്ല, ഞാൻ അവിടെ നേർച്ച കൊടുക്കാന്ന് പറഞ്ഞു, ഞാൻ ചെയ്തില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്. ഇങ്ങനെ സ്വയമേ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഈ അക്യൂട്ട് കണ്ടീഷനിൽ. അപ്പൊ ദാറ്റ്സ് എ കേസ് ഓഫ് ഇഗ്നേഷ്യ. അപ്പൊ ഇഗ്നേഷ്യയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഭയങ്കരമായിട്ടുള്ള ഗ്രീഫ് ആൻഡ് വറി കാണും, പിന്നെ മൊത്തം തലതിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, കരയേണ്ടതിന് ചിരിക്കും, ചിരിക്കേണ്ടതിന് കരയും, എല്ലാത്തിനും കുഴപ്പം ഞാനാണ് എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിക്കും. അത്രയാണ് ഇഗ്നേഷ്യയുടെ പ്രത്യേകത. ഇനി കാലിബ്രോമേറ്റം ഇവിടെ എങ്ങനെ യൂസ്ഫുൾ ആവുന്നത്? നമ്മൾ ഈ പറഞ്ഞ പോലെ, കലേഡിയം പറഞ്ഞ പോലെ ഈ സെക്ഷൽ സ്ഫിയറിലും ഈ സാധനത്തിന് ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഇപ്പം ചില പേഷ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വന്ന് പറയും, ഡോക്ടറെ അത് ആ സംഭവം നടന്നതിന് ശേഷം പിന്നെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. അതേപോലെ ഈ കാലിബ്രോമേറ്റത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നടന്നതിന് ശേഷം ഇത് പറഞ്ഞ ഇത് തന്നെ, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്ന എനിക്ക് കലേഡിയം പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഷോക്കിന് ശേഷം പറ്റുന്നില്ല. ദാറ്റ് ഈസ് കാലിബ്രോമേറ്റം. അതിനും വ്യത്യാസമുണ്ട്. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിബ്രോമേറ്റത്തിന് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, കാലിബ്രോമേറ്റത്തിന് ഇന്റർകോഴ്സിനാണ് പറ്റാത്തത്.
മറ്റേത് തോട്ടേ വരുന്നില്ലെങ്കിൽ കരേഡിയമാണ്. ഇന്റർകോഴ്സിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാലിബ്രോമേറ്റും. അതാണ് ഈ ഷോക്ക് കേസസിനകത്ത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ആൾക്കാർക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഡ്രഗ്സ് ഇൻ ദ സെക്ഷൽ സ്ഫിയർ. നെക്സ്റ്റ്, അടുത്ത സാധനം ഞാൻ പറഞ്ഞ പോലെ വിത്തൗട്ട് ഇഗ്നേഷ്യ, വിത്തൗട്ട് ഹൈപ്പറിക്കം ആൻഡ് വിത്തൗട്ട് ദിസ് ഡ്രഗ് നോ ട്രീറ്റ്മെന്റ് ഈസ് പോസിബിൾ വിത്ത് ഹോമിയോപ്പതി ഫോർ ദിസ് എന്താണ് ദുരന്തമുഖം. ഓക്കെ, അപ്പം അത് ഏത് ഡ്രഗാണ്? ദാറ്റ് ഇസ് കാലിഫോസ്. കാലിഫോസ് എന്താണ്? അതായത് ഈ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ചിലപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസിനൊക്കെ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ കളക്ടർ, പോലീസ് ഓഫീസേഴ്സ് അവരൊക്കെ ഇതിന്റെ പുറകെ നടന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് നടക്കുമായിരിക്കും. അപ്പൊ ഭയങ്കരമായിട്ടുള്ള ഓവർ വർക്ക്, ഈ ഓവർ വർക്ക് കാരണം അടിച്ചു പോകുന്ന 2 ഡ്രഗുകളാണ് മൊത്തത്തിൽ അവരുടെ ഡിപ്രഷനിലോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന 2 ഡ്രഗ്സിൽ, ഒന്ന് കൊക്കയും ഒന്ന് ഇതും. ദിസ് കാലിഫോസ് എന്തായിരിക്കും? ഭയങ്കരമായ ഓവർ വർക്ക് കൊണ്ട് ഈ കാര്യങ്ങൾ കണ്ട ഷോക്ക് കൊണ്ട് ഉറങ്ങുന്നേ ഇല്ല, വിച്ച് ഇസ് എ ഡ്രഗ്, ദാറ്റ് ഇസ് കാലിഫോസ്. ഈ പറഞ്ഞ മെന്റൽ സാധനങ്ങൾ കണ്ടതിന് ശേഷം the patient is not sleeping at all, and that is this calico. ഇനി നെക്സ്റ്റ് ലൈക്കോപോഡിയം നമുക്ക് ഈ സ്ഥലത്ത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ്. അതായത് ലൈക്കോപോഡിയം എന്ന് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പൊ ഈ ഒരു കേസിനകത്ത് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇപ്പൊ അവിടെ നടന്നത് ചിലപ്പോ ആ മരിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും ബന്ധപ്പെട്ടവരോ, അപ്പൊ അമ്മൂമ്മയോ അപ്പൂപ്പനോ ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട വല്ലരും ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, എനിവൺ. അതിനുശേഷം കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുട്ടി ഷോക്ക്ഡായി, ഈ പഠനത്തിനകത്ത് കുട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, വിച്ച് ഇസ് എ മെഡിസിൻ, ദാറ്റ്സ് ലൈക്കോ. ഓക്കെ, ആഫ്റ്റർ ദിസ് ഷോക്ക്, ഈ ഒരു നാച്ചുറൽ കലാമിറ്റിക്ക് ശേഷം കുട്ടിയുടെ പഠിത്തത്തിന് ശക്തമായിട്ട് വെച്ച് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ദാറ്റ്സ് ലൈക്കോ. ഓക്കെ, നെക്സ്റ്റ്, ഇനി അടുത്തൊരു സാധനമാണ്, അതായത് ഈ ഡ്രഗ് എന്ന് പറയുന്നത് അക്യൂട്ടാണ്. നമ്മൾ അങ്ങനെ സാധാരണ ഈ ഒരു കേസിൽ ഉപയോഗിക്കാൻ നമ്മൾ ആലോചിക്കാത്ത ഡ്രഗാണ്. കാരണം ഫീമെയിൽ റെമഡി, യൂട്രൈൻ റെമഡി, ആൻഡ് ദാറ്റ് ഈസ് മ്യൂറക്സ്. മ്യൂറക്സിന്റെ ഇൻഡിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ worried and anxious about the future. ഭാവിയിൽ ഇനി എന്താവും, ഈശ്വര ഇനിയിപ്പോ ഭാവിയിൽ ഇനി എങ്ങനെയാവും, ഭാവിയിൽ ഇനി വെള്ളപ്പൊക്കം, അങ്ങനെ പറഞ്ഞ ഒരുപാട് പേഷ്യൻസ് ആയിരുന്നു. ഡോക്ടറെ തിരുവനന്തപുരം പോവോ, ഒലിച്ചു പോവോ, ആലപ്പുഴ വെച്ച് നിൽക്കുവോ, മുല്ലപ്പെരിയാർ പൊട്ടുവോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഫ്യൂച്ചറിനെ പറ്റി അത്രയും ആൻഷ്യസ് ആകുന്ന ഒരു ഡ്രഗാണ് മ്യൂറക്സ്. നെക്സ്റ്റ് ഈസ്, ഇനി അടുത്തത്, ഇനി കുറെ ഡ്രഗ് ഉണ്ട്, നമുക്ക് ഒരു ഡ്രഗ് കൂടെ ആക്കിയിട്ട് നിർത്താം തൽക്കാലം. എനിക്കൊന്ന് അത്യാവശ്യം നമ്മൾ സാധനങ്ങളെല്ലാം ടച്ച് ചെയ്ത് പോയി, എന്നാലും എമർജൻസി ഉള്ള 1-2 പറഞ്ഞിട്ട് നിർത്താം. അതായത് നെക്സ്റ്റ് ഈസ് നാട്രമൂവ്. നാട്രമൂവിന്റെ പ്രത്യേകത, നാട്രമൂവ് പിന്നെ പറയണ്ടല്ലോ, ഓൾറെഡി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ നാട്രമൂർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, നാട്രമൂർ അങ്ങ് കംപ്ലീറ്റ് സൈലന്റ് ആവും. എന്ന് വെച്ചാൽ അങ്ങ് ഒന്നാമതേ ഉൾവലിഞ്ഞ ഡ്രഗ് ആണ് നാട്രമൂർ. ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായി കഴിയുമ്പോൾ നാട്രമൂർ എന്താ സംഭവിക്കുക? വിശപ്പ് സെന്റർ ഒക്കെ അങ്ങ് അടിച്ചു പോകും, വിശപ്പില്ല, വെള്ളദാഹം ഇല്ല, ആ ഒരു ലെവലിലോട് ഫിസിക്കൽ കാര്യങ്ങളെല്ലാം അങ്ങ് അടിച്ചു പോകും. സോ ദാറ്റ്സ് എ ഇൻഡിക്കേഷൻ ഫോർ നാട്രമൂർ. ഓക്കെ, ഇനി ഈ ഗിൽറ്റി ഫീലിംഗ് ഭയങ്കരമായിട്ട് നിൽക്കുന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. കാരണം ചില ആൾക്കാർക്കുണ്ടല്ലോ ഭയങ്കര കുറ്റബോധമായിരിക്കും. ചില ആൾക്കാർ പറയും, അയ്യോ ഞാന് ശരിക്കും പറഞ്ഞ ഡോക്ടറെ തിരുവനന്തപുരത്ത് വസ്തു ഉണ്ടായിരുന്നേ, തിരുവനന്തപുരത്തെ വസ്തു വിറ്റേച്ചാ ഞാനങ്ങ് ഇങ്ങ് പോയത്, വയനാട് പോയത്, അവിടെ പോയി എന്റെ കഷ്ടകാലത്തിന് ഞാൻ ട്രാൻസ്ഫർ അങ്ങോട്ട് കൊടുത്തു, എനിക്ക് അവിടെ കിട്ടി, അങ്ങനെ ഞാനത് ഇവിടെ കിടന്ന പൈസ എടുത്തോണ്ട് പോയി ഞാൻ അവിടെ പോയി ചെന്ന് ആ വസ്തു മേടിച്ചിട്ടു, അല്ലെങ്കിൽ റബ്ബർ മേടിച്ചു, അല്ലെങ്കിൽ ഏലത്തോട്ടം മേടിച്ചു, എല്ലാം പോയി, ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഗിൽറ്റി ഫീലിങ്ങിന്, ഇങ്ങനത്തെ അക്യൂട്ട് കേസസ് ഫോർ ഗിൽറ്റി ഫീലിംഗ് ആണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 2 ഡ്രഗാണ്. വട്ട് ഈസ് നാട്രം സൾഫ ആൻഡ് തൂജ. അതിൽ തൂജയെക്കാളും കൂടുതൽ ഇൻഡിക്കേറ്റഡ് നാട്രം സൾഫാണ്. നാട്രം സൾഫർ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടുള്ള ഒരു ഡ്രഗാണ് നാട്രം സൾഫ്. ഇനി നെക്സ്റ്റ് ഈസ്, നമുക്ക് പതുക്കെ നിർത്താം, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ. ഇനി ഒത്തിരി മെഡിസിൻ ഉണ്ടോ? ഇനി ഒന്നുകൂടെ ഒരു ക്ലാസ് കൂടെ എടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇല്ല, എന്നാ പിന്നെ ഒന്ന് ക്ലാസ് കൂടെ ആയിട്ടങ്ങ് എടുക്കാം. അതാ നല്ലത് മാഡം, അതാ നല്ലത്, പിന്നെ ഒരു ദിവസം എടുക്കാം.
ഇപ്പൊ തന്നെ അതായത് ഒരു ഏകദേശം ഇപ്പൊ നമുക്ക് മിനിമം നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരുവിധം ഡ്രഗ്സ് എല്ലാം ഞാൻ പറഞ്ഞു. നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരുവിധ കാര്യങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു പോയി. ഓക്കെ, ഇനി ആരെങ്കിലും ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ. ഏത് പൊട്ടൻസിയാ സാധാരണ കൊടുക്കാൻ നല്ലത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ? ഇങ്ങനെയുള്ള കണ്ടീഷനകത്ത് എപ്പോഴും നമ്മൾ അക്യൂട്ട് ഈ പറഞ്ഞ സ്ഥിതിക്ക് ഇതിലെല്ലാം മിനിമം പൊട്ടൻസി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഹൈ പൊട്ടൻസി ഒന്നും ഒരിക്കലും കൊടുക്കരുത്. ഒന്നെങ്കിൽ മോഡറേറ്റ് പൊട്ടൻസി 200 അല്ലെ 30 അത്രയും കൊടുക്കുന്നതായിരിക്കും സേഫ്. കാരണം നമുക്ക് ഒന്നാമത് ഈ പേഷ്യന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ പക്ക അക്യൂട്ട് കറക്റ്റ് ആയിരിക്കും നമുക്ക് ഉറപ്പില്ല. കാരണം ഓൾറെഡി ദേ ആർ ഡിപ്രസ്ഡ്. അപ്പൊ പറയുന്ന കാര്യങ്ങളിനകത്ത് അത്രയും ഇത് കാണുമെന്ന് നമുക്ക് അറിയില്ല. കാരണം കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പോ നമ്മൾ അക്യൂട്ട് പൊട്ടൻസി വളരെ ലോ പൊട്ടൻസി ഓർ മീഡിയം പൊട്ടൻസി ആണ് എപ്പോഴും നല്ലത്. അങ്ങനെ നല്ലൊരു ക്ലാസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് സലിംകുമാർ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തേരെ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ വന്നു, സ്ലീപ്ലെസ്നെസ് പറഞ്ഞില്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പറഞ്ഞു ഡോക്ടറെ. ഇൻസോമിനിയ ഞാൻ പറഞ്ഞില്ലേ, കോക്കുലസ്, കാലിഫോസ് ആൻഡ് കോക്കുലസ് ആണ് ഇൻസോമിനിയ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്പർ 1 and 2 ഡ്രഗ്സ് വെച്ചാൽ ഒന്ന് കാലിഫോസ് ആൻഡ് അനദർ വൺ ഈസ് കോക്കുലസ്. സലിം ഡോക്ടർ പറ്റുന്നില്ലേ? ഡോക്ടർ ഇതുവരെ കേട്ടിരിക്കുന്ന ഡോക്ടറുടെ ക്ലാസ്സുകളില് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാമല്ലേ? അല്ല, ക്ലിയർ ആയില്ല. ബ്രേക്ക് ആയി പോകുന്നു സാറേ. സലിംകുമാർ ഡോക്ടറെ നെറ്റിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ആ സ്ഥാനം നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഔട്ടായി പോയി. സാർ ഇനി വരുമായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, 3 മിനിറ്റേ ഉള്ളൂ. ഹാൻഡ് റൈസ് ചെയ്താൽ ചോദ്യം ചോദിക്കാം. സലിംകുമാർ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ സംസാരിക്കാം. ഡോക്ടറുടെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ എനിക്ക് കേൾക്കാവോ? കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ഞാൻ ഡോക്ടറെ പല ക്ലാസ്സുകൾ ഒട്ടേറെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയും കാലം കേട്ടതിനേക്കാൾ എന്തുകൊണ്ടും എന്റെ കാഴ്ചപ്പാട് ഏറ്റവും മികച്ചതായിട്ട് ഡോക്ടർ എടുത്തേക്കുന്ന ക്ലാസ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. എടുത്തിട്ടുള്ളവയിൽ ഏറ്റവും മികച്ചതെന്ന്. കാരണം വെച്ചാൽ ഇത്രയും മറ്റേതൊക്കെ ഡോക്ടർ ഏതെങ്കിലും ഒരു ഡ്രഗ് ആയിരിക്കും വിശദീകരിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ ഒട്ടേറെ വിവരം നമുക്ക് കിട്ടുന്ന ഒരു ക്ലാസ്സാണത്. അതില് ഇപ്പൊ നമ്മള് ഇവിടെ അവാർഡ് കൊടുക്കാൻ ഇതുവരെ അറിയപ്പെടാത്ത ആളുകളെ ഉയർത്തി വേദിയിൽ കൊണ്ടുവന്നു പറഞ്ഞ പോലെ ഈ കലേഡിയത്തിനും ഹൈപ്പറിക്കും അതൊക്കെ ഇത്രത്തോളം ഹെൽപ്ഫുൾ ആയ ഡ്രഗ് ആണെന്ന് എനിക്കും അവർക്കൊക്കെ ഇത്രത്തോളം മഹത്വം ഉണ്ടെന്നുള്ളത് ഇപ്പൊ ഡോക്ടറിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനൊക്കെ അങ്ങേറ്റം നന്ദിയുണ്ട്. വലിയൊരു ഞാൻ ഒരിക്കലും ഇവരൊക്കെ ഇത്ര വലിയ മഹാന്മാരാണെന്ന് ചിന്തിച്ചിട്ടില്ല. കാലിബ്രവും മ്യൂറക്സും ഒക്കെ പറഞ്ഞപ്പോ പിന്നെയുണ്ട് അതിനെ കുറച്ചൊക്കെ കേട്ടറിവുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇതിൽ അങ്ങനെ ഒരു കണ്ണു തുറപ്പിച്ചു. സന്തോഷം കേട്ടാ. ഇതിന് ബാക്കി കൂടി കേൾക്കണമെന്നുണ്ട്. ഒരു ക്ലാസ് കൂടി എടുക്കണം ഇതിന് ബാക്കി കേട്ടോ. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ. ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത് മാഡം, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഹോമിയോപ്പത്ത് അത്ര യൂസ് ചെയ്യാത്തൊരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ഇപ്പൊ ഈ സാറ് വന്ന് പറയുമ്പോ കാരണം നമുക്ക് ഈ ആ പോസിറ്റീവ് എനർജി സാറിനാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഓക്കെ. താങ്ക് യു സർ. ഇനി അഫ്സൽ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. അഫ്സൽ ഡോക്ടർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. പിന്നെ ഈ കോസ്റ്റിക്കും ഫോസ്ഫറസും തമ്മിൽ രണ്ടും എന്താ പറയാ, ഒന്ന് കോസ്റ്റിക് ആണ് കൂടുതൽ. എന്തെങ്കിലും ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ നിന്നിട്ട്
എന്താ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർപ്പാക്കിയിട്ട് കൂടെ നിൽക്കുന്ന അതല്ലേ കോസ്റ്റിക് അല്ലേ, ഫോസ്ഫറസ് അല്ല അല്ലേ സാറേ, മറ്റേ ഒരു എന്താ സിമ്പതിയോട് കൂടിയിട്ട് ഓക്കെ അങ്ങനെ അല്ല പോകുന്നത്. സാറേ, അങ്ങനെയല്ല. അത് ഡിഫറൻസ് എന്തോന്ന് പറയാം. അത് സാർ ഇപ്പൊ പറയുന്ന ഏതിന്റെ വേർഷനിൽ എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ ബുക്കിലും ഓരോ വേർഷനാണ്. ആ പക്ഷെ വിതോ ക്ലോസിനകത്ത് ആ പറഞ്ഞിരിക്കുന്നത് ഓരോ അപ്പോ ബുക്കിലും ഓരോ വേർഷൻ. ഞാന് പക്ഷെ വിതോ ക്ലോസിൽ പറഞ്ഞു സാർ പറഞ്ഞു. വിതോ ക്ലോസിൽ പറഞ്ഞിരിക്കുന്നത് സാറ് ആ പിന്നെ ആ പറഞ്ഞു സാർ. ഒന്ന് അതായത് മറ്റേ കോസ്റ്റിക്കം 80, അതായത് അനുതാപം എന്നുള്ള ഒരു വികാരമുള്ള മെഡിസിനാണ്. അതായത് ആ ആളുടെ പ്രശ്നങ്ങൾ നമ്മളതായിട്ട് എടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ചെയ്യുന്നത് അത് ആ കോസ്റ്റിക്കും. പിന്നെ അതേപോലെ ഫോസ്ഫറസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിമ്പതി തോന്നും, പക്ഷെ അവർക്ക് അതിനു വേണ്ടിയിട്ട് അവരുടെ കൂടെ നിൽക്കുന്നില്ല. ഒരു അല്ല ആക്സിഡന്റ് അല്ല കാണുകയാണെങ്കിൽ അവർ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും പോകും. ആ അങ്ങനെയല്ലേ? അല്ല സാറേ, അത് സാറ് അങ്ങനെയാണെന്ന് എനിക്ക് സാറേ തോന്നുന്നു. അത് വിതോ ക്ലോസിന്റെ ആഴ്സാൽബില്ലേ, വിതോ ക്ലോസിന്റെ ആഴ്സാൽബ് എടുത്ത് ആ വായിച്ചു നോക്കണം. ആഴ്സാൽബിന്റെ അവസാനത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഡിഫറൻസ്. അതായത് ഫോസ്ഫറസ് ആണെങ്കിൽ ഒന്നും നോക്കൂല, ഫോസ്ഫറസ് ചാടി ഇറങ്ങും. അതിന് ബന്ധു ആണെങ്കിലും ആരാണേലും ചാടി ഇറങ്ങും. പക്ഷേ 80 കോസ്റ്റിക്കത്തിനുണ്ട്. പക്ഷെ കോസ്റ്റിക്കത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോസ്റ്റിക്കത്തിന് മറ്റുള്ള ഇൻജസ്റ്റിസ് കാണുമ്പോഴും മറ്റുള്ളവരോട് എക്സ്ട്രീം സിമ്പത്തൈസും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കോസ്റ്റിക്കത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിക്കും അതിലോട്ട് ആ ആളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യത്തില്ല. ഫോസ്ഫറസ് ആണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനി വേറെ ബുക്കിലും എല്ലാം കോസ്റ്റിക്കും അങ്ങനെ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷെ ഫോസ്ഫറസ് ആണ് അങ്ങനെ ഒന്നും നോക്കൂല. ഫോസ്ഫറസ് എത്ര രൂപ പോയെന്നോ എവിടെ പോയെന്നോ ഒന്നും നോക്കൂല. അതിന്റെ കൂടെ നിന്ന് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ചെന്ന് പിന്നെ ഇത് എന്തുവാ തെളിവ് വേണമെങ്കിലും കൊടുക്കും, സാക്ഷി വേണമെങ്കിലും പറയും. അത്രയ്ക്ക് ഇതായിട്ട് കൂടെ നിൽക്കും ഫോസ്ഫറസ്. നന്ദി അഫ്സൽ ഡോക്ടറെ. പിന്നെ ഒരു പറഞ്ഞു. കാരണമില്ലാതെ കരയുന്ന ഒരു മെഡിസിന് ഒരു കരയുന്ന മെഡിസിൻ സത്യ ഒരു കാരണമില്ലാതെ കരയുന്ന മെഡിസിൻ. അതായത് റൂമിൽ പോകും, വേറൊരു കാരണം ഉണ്ടാവില്ല, എന്തെങ്കിലും കോസ് ഒന്നുമില്ല എന്ന് പറയും, അവർ വന്ന് കരയും. അങ്ങനെ ഒരു പേഷ്യന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യാറ്. സെപ്പിയാണോ സാറേ? സെപ്റ്റിയ. അല്ല, അത് എന്തുകൊണ്ടാ കരയുന്നേ സെപ്റ്റിയ. സാറേ? എന്തുകൊണ്ടാ കരയുന്നേ? അത് അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് കരയുന്നത്. ഒരു കാരണമില്ല. അവര് റൂമിൽ അടിച്ച് പോയിട്ടും കരയും. ഒന്നാമത് അതാ സാറേ പറഞ്ഞു, എന്തുകൊണ്ടാ കരയുന്നേന്നറിയോ? അതെ. എന്താണ് എന്തുകൊണ്ടാ കരയുന്നതെന്ന് വെച്ചാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് മൊത്തം സങ്കടങ്ങളുടെ പെരുമഴയായിട്ട് അവർ ബ്ലോക്ക്ഡ് ആയി. മനസ്സിലായോ? അപ്പം റീസൺ ഇല്ല. അപ്പൊ റീസൺ ഇല്ലാതെ കരയുക എന്ന് പറയുന്നതാണ് ഡിപ്രഷൻ. അത് സാഡ്നെസ് അല്ല, ഡിപ്രഷൻ ആണ്. അപ്പം അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കാണും, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഒരു ഹിസ്റ്ററി കാണും. അപ്പൊ സാറേ സെപ്റ്റിയ കൊടുക്കുമ്പോ എനിക്ക് തോന്നുന്ന മൈൻഡ് ഓപ്പൺ ആവും. അഫ്സൽ ഡോക്ടർ, നിത്യ ഡോക്ടർക്ക് ഒരു നന്ദി കൂടെ പറയണേ. അഫ്സൽ ഡോക്ടർ, എല്ലാ ഡോക്ടേഴ്സും കുറെ ഡോക്ടേഴ്സ് ഒക്കെ പുറത്തേക്ക് വരാത്ത എന്താ? ഒന്നോ രണ്ടോ പേര് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. അഫ്സൽ ഡോക്ടർ ഇപ്പൊ ഈയിടെയായിട്ട് വരുന്നുണ്ട്. ഒന്ന് നന്ദി പറയണേ. ഓക്കെ. ഞാന് എന്താ പറയാ, അവസാനൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും മാമിന്റെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് വരുന്നതാണ്. ഞാൻ ഇവിടെ പഠിച്ചതാണ്, ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അപ്പോ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സിനും പിന്നെ ഹോമിയോപ്പതിക് ലവേഴ്സിനും പിന്നെ ഇത് നല്ലൊരു ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച മാഡത്തിനും എല്ലാവിധ നന്ദിയും അറിയിച്ചിട്ടുണ്ട്. നന്ദി അഫ്സൽ ഡോക്ടർ. എന്തായാലും സലീം കുമാർ ഡോക്ടർ പറഞ്ഞ പോലെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ബാക്കിയുള്ളത് കൂടെ എത്രയും വേഗം ബാക്കിയുള്ളതും കൂടെ പറഞ്ഞു തരണം. ഇതുകൊണ്ട് പറ്റുമെങ്കിലും പോരാ, എല്ലാം തികഞ്ഞതായി തീരണമല്ലോ നമ്മള്. നോക്കാം മാഡം. ഇവിടെ എല്ലാം ഞാൻ പറയട്ടെ, ഇവിടെ എല്ലാം വളരെ മിടുക്കരായ ഡോക്ടേഴ്സ്, ഒരുപാട് ബ്രില്യൻ ഡോക്ടേഴ്സ് അതിനകത്ത് ഇരിക്കുന്നത്. മറിയാമ്മ മാഡത്തിന്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നത് തന്നെ, കാരണം മാഡം ഒക്കെ അത്ര റെപ്യൂട്ടഡ് ഡോക്ടേഴ്സ് ആണ്. സർവീസിൽ നിന്ന് പോയെങ്കിലും ഇപ്പോഴും ഓരോരുത്തർ മാഡത്തിനെ ഓർക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് ബ്രില്യൻ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം പറ്റുന്ന എല്ലാവരും പുറത്തേക്ക് വന്നൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. എന്തായാലും ഡോക്ടറുടെ കഴിവ് വരുന്നില്ല നമുക്കതല്ലേ.
അപ്പൊ എന്തായാലും ഡോക്ടർക്ക് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി പറയട്ടെ. താങ്ക് യു മാഡം. താങ്ക്സ് എലോട്ട്. താങ്ക്സ് നമ്മുടെ എലോട്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ 1439 പ്രതിദിന സൂം വെബിനാർ ഇത്രയും ഭംഗിയായിട്ട് നടക്കുവാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ ഈ സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.